ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ജനം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നത് ആരാധനയിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാം അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ? അത് കാരണം ആരാധനയിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്, നമ്മുടെ വിഷയം ഉടമ്പടിക്ക് എങ്ങനെയാണ് അഭിമുഖമായിട്ട് വെക്കുമ്പോൾ നമ്മളതെങ്ങനെയാണ് ആ വിഷയത്തിന് മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നത്, ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഉടമ്പടി പ്രകാരം ഇങ്ങനെയുള്ള ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ശരിക്കും ഉടമ്പടി ധ്യാനത്തിൻ്റെ കാത എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ നോട്ടേഷൻസ് നിങ്ങൾക്ക് തരണത്. അപ്പോൾ ഉടമ്പടി ധ്യാനം ഫോളോ ചെയ്യണം. അതെല്ലാ ധ്യാനവും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായത്, പണ്ടെങ്ങോ അവർ കേട്ടൊരു ധ്യാനമാണ്, പണ്ടെങ്ങോ പറഞ്ഞ ഒരു ധ്യാനമാണ്. ഇപ്പോഴവർ കാഷ്വലായിട്ട് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു ഗെറ്റ് ത്രൂ കിട്ടി. അപ്പോൾ എല്ലാ ധ്യാനങ്ങളിലും ദൈവം അതിൻ്റെ ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത് എന്താണ്? പോംവഴി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പോംവഴികൾ, പരിഹാര മാർഗങ്ങൾ, നിർദ്ധാരണ സങ്കേതങ്ങൾ ഒക്കെ ബിബ്ലിക്കൽ ഫോർമുല ഉണ്ട്. ഈ ബിബ്ലിക്കൽ ഫോർമുലയാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരണത്. അതുകൊണ്ട് തന്നെ ഓരോ ഉടമ്പടി ധ്യാനവും തമ്മിൽ ഒരിക്കലും മിക്സ് ആകത്തില്ല. നേരത്തെ പറഞ്ഞു തന്നെ പിന്നെയും പറയത്തില്ല. 1000 ഉടമ്പടി ധ്യാനം ഉണ്ടെങ്കിൽ 1000 ടോപ്പിക്കായിരിക്കും. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളറിയാമല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ ജയേഷം അവിടെ അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഭയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊന്നും പുറത്ത് ഞാൻ എടുക്കത്തില്ലായിരുന്നു പണ്ട്. ഇപ്പോൾ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളിത് കഴിയുമ്പോൾ ഇനി ഇസ്രയേലിലെ കർത്താവിൻ്റെ ജന്മസ്ഥലത്ത്, അതുപോലെ തന്നെ ഗലീലിയയിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജെറുസലേമിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, പിന്നെ ഇസ്രയേലിൻ്റെ തലസ്ഥാനത്ത് ധ്യാനമുണ്ട്. അപ്പോൾ പണ്ടെടുക്കത്തില്ലായിരുന്നു. എടുക്കാത്തതിൻ്റെ കാരണം 3-4 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് കർത്താവ് അനുവാദം തന്നിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ കാരണങ്ങളെല്ലാം എൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. ശാരീരിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തണുപ്പ് വന്നപ്പോൾ തൊണ്ട അടക്കുകയും പിന്നെ തോട്ട് സോർ ഉണ്ടാകുകയും അത് ശ്വാസം മുട്ടലാകുകയും വലിവാകുകയും ന്യൂമോണിയ ആകുകയും, ഇത് എല്ലാ എൻ്റെ വർഷങ്ങളായിട്ടുള്ള, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള 1 വർഷം 3 പ്രാവശ്യമെങ്കിലും ചെസ്റ്റ് ബ്ലോക്കാവും. ചെറിയ ജലദോഷത്തെ തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ കയറി, പിന്നെ പനിയായി, പിന്നെ ശ്വാസത്തിൽ കഫ തടസ്സം ഉണ്ടായി, അത് പഴുത്ത് പിന്നെ കിടപ്പായി, പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ പൊങ്ങി വരത്തുള്ളൂ. ഇതിപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയാണ്. ആദ്യം എനിക്കതിനെക്കുറിച്ച് ഭയങ്കര സങ്കടവും ഉത്കണ്ഠയ്ക്കായിരുന്നു. പിന്നെ കുറേ നാളായി കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി, അതായത് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്കറിയാമല്ലോ, നിങ്ങൾക്കും ഉണ്ടാവും ആ പേയ്മെൻറ്റ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങളവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഇടിച്ചല്ല, ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി ഇടിക്കത്തതില്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടുകേടായല്ല, ക്ഷീണമായല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റാണത്. അപ്പം നിങ്ങൾ സന്തോഷിക്കണം. ബോധം ഉണ്ടെങ്കിൽ സന്തോഷിക്കണം, ബോധമില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം, ഉടമ്പടി എടുക്കരുത്. കാര്യം ഇതിനെല്ലാം, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ദൈവം അതെല്ലാവരും അറിയണം, സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു ജോലി പ്രശ്നമേ ഉള്ളെന്ന് വിചാരിച്ചോ? ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു പ്രൊമോഷൻ പ്രശ്നമേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു PR പ്രശ്നമേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല,
ഒരു വീടിൻ്റെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ വീടിന് വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. അയ്യോ, അതായത് അതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾക്ക് സത്യസന്ധമായ ദൈവാനുഗ്രഹത്തിന് പേയ്മെൻറ്റ് മസ്റ്റാണ്, ഫ്രീ അല്ല. നമുക്ക് ഫ്രീ ഒക്കെ കിട്ടണത് വളരെ എല്ലാ കാര്യവും ഫ്രീ കിട്ടത്തില്ലല്ലോ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്രീ കിട്ടത്തില്ല. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈശോയോട് തന്നെ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങളെ പൊറുക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് ഇവിടെ വന്നിട്ട് അതല്ല ചെയ്തത് അല്ലേ? ആ കുഷ്ഠരോഗിയുടെ എന്താ പറഞ്ഞത്? കുഷ്ഠരോഗിയോട് എന്താ പറഞ്ഞത്? നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. 5:9 മർക്കോസിലെ തളവാത രോഗിയെ കട്ടിലോടുകൂടി താഴേക്ക് ഇറക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്. എന്താണ്? ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനം വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ലുക്കാ 5:9 ലുക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ 5-ാം അധ്യായം 9-ാം വാക്യമാണ്. എന്താണ്? മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു സിമ്പിൾ സംഭവമാണ്. ഇത് ദൈവത്തിന് പൊതുവെ പറഞ്ഞാൽ മതിയായിരുന്നു, പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരാം. മനസ്സിലായോ? മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ ഒരു വാക്ക് മതി. ഇതിന് മനുഷ്യാവതാരത്തിൻ്റെ കാര്യം പോലും ഇല്ല പാപങ്ങൾ ക്ഷമിക്കാൻ. കാര്യം മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പാപത്തിന് പരിഹാരമാണ്. അപ്പോൾ ഈ പരിഹാരം എന്നുള്ള വിഷയം, റെമിറ്റൻസ്, ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടേണ്ടി വന്നത് പാപത്തിന് പരിഹാരമാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഈ നീതിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഈസിയായിട്ട് തരാൻ കഴിയാവുന്ന കാര്യങ്ങൾ ദൈവം നമ്മളുടെയൊക്കെ എന്താ വാങ്ങിക്കണത്? അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കുക. പേയ്മെൻറ്റായിട്ട് എന്താണ് മേടിക്കണത്? പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയൊന്നുമല്ല. 3 കാര്യങ്ങളാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത്. എന്തൊക്കെയാണ്? വിശ്വാസം, പിന്നെന്താണ്? പ്രത്യാശ, പിന്നെന്താണ്? സ്നേഹം. ഇത്രയും കാര്യമാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത്. അതുകൊണ്ട് ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ പോകുന്നവരെ ഈ 3 പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ആസ്തി ഭദ്രത ഉണ്ടോ എന്ന് നോക്കണം. ആസ്തി ഭദ്രത, അതിനാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തുന്നത്. ചിലർ ഉടമ്പടി ധ്യാനം കൂടാതെ വന്നിട്ട് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യം ചോദിച്ച് നടക്കും. അപ്പോൾ നമുക്ക് അറിയാം ഇവർ ഉടമ്പടി ധ്യാനം കൂടിയിട്ടില്ല, വെറുതെ കൊണ്ടുവന്ന് എന്തോ അഭ്യാസം കാണിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക്, നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി സിൽവർ ഗ്രേ ഇപ്പോൾ എത്ര പേര്? 12 പേരുടെ കയ്യിൽ ഇരിപ്പുണ്ട് സിൽവർ ഗ്രേ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും മാതാവിൻ്റെ ജീവിക്കുന്ന ഒരു നിറവാണ് സിൽവർ ഗ്രേ. 12 പേരുടെ കയ്യിൽ ഉള്ള ഉടമ്പടി, വെള്ള ഉടമ്പടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഉടമ്പടി സിൽവർ ഗ്രേ. ഉടമ്പടി സിൽവർ ഗ്രേയിൽ ഇപ്പോൾ കൊച്ചച്ഛനിടക്ക് അങ്ങനെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് വന്നത് അച്ഛൻ്റെ അടുത്താണ്. അവർക്ക് ആർക്കും എന്നെ കാണണമെന്നൊരു നിർബന്ധവും ഇല്ല. എന്താ കാര്യം? അവർ ഉടമ്പടിയുടെ A to Z ജീവിത രീതികൾ പഠിച്ചിട്ട് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പരപ്രസാദം ഉൽപ്പാദിപ്പിക്കാനും വരുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ അവകാശത്തിലാക്കണമെന്നൊക്കെ അവർക്ക് ബുദ്ധിയും ബോധവും ഉള്ളവർക്ക് മനസ്സിലാകും. കാര്യം നമ്മളൊരു ഇമോഷണൽ സെറ്റപ്പിൽ നിന്നാണ് ഡെലിവർ ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ വിശ്വാസം ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് അച്ഛൻ ഇന്ന് കുർബാനയ്ക്ക് സംസാരിച്ചത്. വിശ്വാസം ബുദ്ധിപരമായ ഒരു നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. വിശ്വാസ ജീവിതം, വിശ്വാസമല്ല, വിശ്വാസ ജീവിതം. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെക്കാൻ ആർക്ക് കഴിയുന്നുവോ, ഇപ്പം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നവരെ, അല്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന പോരായ്മ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊളോസ്യൻസ് 1:24.
നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ പറഞ്ഞ ഏറ്റു പറഞ്ഞ ഇതൊരു ക്യാപിറ്റൽ വേർഡാണ്, ഇതൊരു ആണിവചനമാണ്. നമ്മളെ കീ വേർഡ് എന്നൊക്കെ പറയത്തില്ലേ. പറഞ്ഞേ കൊളോസ്യൻസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം, മുതലെടുക്കണം. ഇതാ ഞാൻ പറഞ്ഞത് ഇൻഡലക്ച്വൽ നിക്ഷേപമാണെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മളെ വിലക്ക് വാങ്ങിയത്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയതാണ്. ആരാണ് പേയ്മെൻറ്റ് നടത്തിയത്? ക്രിസ്തു. അപ്പോൾ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറയുമ്പോഴേ ക്രിസ്തു നമ്മൾ ചെയ്ത മനുഷ്യരാശിയുടെ ബലഹീനതകൾ, ഇപ്പം ബലഹീനതകൾ പരക്കെ ഏത് മതക്കാരും അംഗീകരിക്കുന്നതാണ്. മനുഷ്യരാശിക്ക് ബലഹീനതയുണ്ടെന്ന്. ശബരിമലയെ അവർ ഇരുമുടി കെട്ടി പോകുന്നവരും, അതുപോലെ കാബ സ്റ്റോണിലെ ഹജ്ജിന് പോകുന്നവരും എല്ലാവരും മനുഷ്യൻ്റെ ബലഹീനതയെ അവർ അംഗീകരിക്കുന്നുണ്ട്, അല്ലേ? മനുഷ്യൻ പാപാവസ്ഥയിലുള്ളതാണെന്ന്. പക്ഷെ സംബഡി ടു ഗീവ് ദി റെമിറ്റൻസ്, അതിന് ആരെങ്കിലും ഒരാൾ പരിഹാരം ചെയ്യണ്ടേ? ആ പരിഹാരമാണ് ദൈവപുത്രനായ ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. കൈയടിച്ച് പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്തായി വിലക്ക് വാങ്ങപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് വേണ്ടി ദൈവം വ്യയം ചെയ്തതാണ്, വില കൊടുത്തതാണ്. ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണുള്ള പ്രൊവിഷനുണ്ട്. അത് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ രോഗമായാലും പീഡയായാലും മനപ്രയാസമായാലും ഇതിനെ സമീപിക്കേണ്ട ഒരു സുവിശേഷ വിഹിതമായ രീതിയുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് വേണ്ടി ദൈവം ഒരുമിച്ച് തന്നത് ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? അതാണ് 1 കൊരിന്തോസ് 6:20 കൊളോസ്യൻസ് 1:24 ലിങ്ക് ചെയ്യേണ്ടത്. 1 കൊരിന്തോസ് 6:20 എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മളെ വിലക്ക് വാങ്ങിയത്? ക്രിസ്തുവാണ് വിലക്ക് വാങ്ങിയത്. അപ്പം ക്രിസ്തു വിലക്ക് വാങ്ങിയത് അവൻ്റെ വിശുദ്ധമായ രക്തം നൽകിയാണ്. സഹനം രക്തം നൽകിയത് കർത്താവ് സഹനം നൽകിയാണ് വിലക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഐസയ പ്രവചനം 700 വർഷം മുമ്പേ അവരിങ്ങനെ സഹനം നൽകി നമ്മളെ വീണ്ടെടുക്കുമെന്ന് പ്രവചനമുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ പ്രവചനമുള്ളൂ. എന്താണ്? നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ബലഹീനതകളാണ് അവൻ വഹിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ 53:7. യെശയ്യ 53:4 മുതലുള്ള തിരുവചനങ്ങൾ. യെശയ്യ 53:4 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ഒന്ന് പറഞ്ഞേ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അപ്പൊ നമ്മുടെ അടുത്ത വചനം, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഉടമ്പടിയുടെ അകത്തെ എൻജിൻ റൂമിലേക്കാണ് ഞാൻ നിങ്ങളെ കയറ്റിയിരിക്കുന്നത്. എൻജിൻ നമ്മൾ അഴിച്ച് പരിശോധിക്കുകയാണ്. നിങ്ങളൊരു മെക്കാനിസ്റ്റിനെ പോലെ ഞാനിതിൻ്റെ വശങ്ങൾ കാണിച്ചു തരികയാണ്. കാര്യം എന്താണ്? ഒരു ഡ്രൈവർ
ഒരു മെക്കാനിസ്റ്റ് കൂടിയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും ജോലിക്ക്, അല്ലേ? കേവലം ഡ്രൈവറിനാണ് മെക്കാനിസ്റ്റും വന്നുകൊണ്ട്, ഒരു മെക്കാനിസ്റ്റ് കം ഡ്രൈവറും ഒരു ഡ്രൈവറും കൂടി വന്നാൽ കമ്പനി ആരെ എടുക്കും? മെക്കാനിസ്റ്റ് കം ഡ്രൈവറെ എടുക്കത്തുള്ളൂ. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ഇതിൻ്റെ ഇന്ധനം അതാണ്. നമ്മൾ നടന്നു പോകുന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ മെക്കാനിസം കൂടി നമ്മൾ പഠിക്കുകയും, അല്ല നമ്മളൊരു കാറ് വാങ്ങിച്ചിട്ട് കേട് വരുമ്പോൾ വേറെ വണ്ടി വിളിച്ച് ആ വണ്ടിയെ കയറ്റി ചുവന്നുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമല്ല. അയാൾ മെക്കാനിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് റിപ്പയറിങ് നടക്കണം എവിടെയെങ്കിലും. അതിപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വില കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദൈവം വില കൊടുത്താൽ വാങ്ങിയതെന്ന് നമുക്കറിയാം. അതാണ് 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ എങ്ങനെ വിലക്ക് വാങ്ങപ്പെട്ടു എന്നുള്ളതാണ് ഐസയ 53:4, 5, 6, 7 വചനം പറയുന്നത്. എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മൾക്ക് രക്ഷയായി. കേടിച്ച് കർത്താവിനെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കൃപാസനം ധ്യാനമില്ലേ? കൃപാസനം ധ്യാനം, ഉടമ്പടി ധ്യാനത്തേക്ക് കാണുന്നതിൻ്റെ നിങ്ങൾക്കറിയാവുന്നത് കരിസ്മാറ്റിക് വചന പ്രഘോഷങ്ങളല്ലേ അറിയാവുന്നത്. അത് ആ മോഡിൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. ഇത് കൃപാസനത്തിന് കൃപാസനം ധ്യാനത്തിൻ്റെ രീതികൾ കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അതായത് ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ വെളിപാടുകൾ. ഇപ്പോൾ ഞാൻ അയർലൻഡിൽ ചെന്ന് ഉടമ്പടി ധ്യാനം നടത്തിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യമില്ല അവിടെ പറഞ്ഞത് വേറെയാകുമ്പോൾ അവിടെ എന്നോട് പറഞ്ഞത് ഉടമ്പടി അവർ രാത്രി 11:45 മണി വരെ നിന്ന് ഉടമ്പടി എടുത്തത്. ഒരു തണുപ്പ് രാജ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. 9 മണിക്ക് കയറിയ ധ്യാനത്തിന് ഞാൻ കയറിയതാണ്. ഞാൻ ഇറങ്ങുമ്പോൾ രാത്രി 11-12 മണിയായി. ആ 11:45 മണി വരെ ആൾക്കാർ ക്യൂ നിന്ന് ഉടമ്പടി എടുക്കുകയാണ്. അതൊക്കെ അവർക്ക് കിട്ടിയ ഒരു അവസരം അവർ ത്യാഗം അനുഭവിച്ച് അത് വളരെ വിശ്വസ്തയോടെ. എന്നാൽ പൊടിക്കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് ഈ കുടുംബം മുഴുവൻ വന്നത്. നമ്മുടെ ഇവിടെ പോലെ വീട്ടിലെ ആളായിട്ടിട്ട് പോരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരുമ്പോൾ 2 വയസ്സുള്ള കുഞ്ഞ്, 3 വയസ്സുള്ള കുഞ്ഞ്, 4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങളാരും നിലവിളിക്കണില്ല. നിങ്ങളിപ്പോൾ ഇവിടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാറ് കൂവി നാളെ വെച്ച് കൃപാസനം അത് മലത്തി കിട്ടും. അതെന്ത് സംഭവം എന്നറിയത്തില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അത് നിലവിളിയില്ല. അത് ട്രെയിൻഡാണ് ശരിക്കും, വേറെ രീതിയിലാണ്. ഈ എനിക്കപ്പോൾ മനസ്സിലായി നിലവിളിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അയർലൻഡിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞ്, ഞാൻ 200 കുഞ്ഞുങ്ങളുള്ള ഒരു ധ്യാനത്തിൽ ചെന്ന്, ഞങ്ങളുടെ താഴത്തെ നിലയിൽ ഞാൻ നടത്തുന്ന ധ്യാനം. അതുപോലെ തന്നെ അവിടെ ഒരു 1400 പേരുണ്ട്, 1200 പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ മോളി വിളിച്ചുകൊണ്ട് പോയി. ഇതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ധ്യാനമുണ്ട്. അവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നെ കാണുമ്പോൾ ടാറ്റ പറഞ്ഞ് ചിരിച്ചോണ്ട് എന്നെ ആദ്യം കാണുകണേ. ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ടാൽ നിലവിളിക്കും. അപ്പോൾ തന്നെ ഞാൻ തന്നെ ഓർത്ത് എന്ത് പരിപാടി എന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ വർഷങ്ങളോളം അവരുടെ വീട്ടിൽ താമസിച്ച പോലെ എന്നിട്ട് കഴിഞ്ഞപ്പോൾ ടാറ്റ പറഞ്ഞ് പ്രൈസ് ജീസസ്. 3 വയസ്സുകാരുണ്ട്, 4 വയസ്സ്, 5 വയസ്സുകാരൊക്കെ ഉണ്ട്. ഏറ്റവും കൂടിയ കൊച്ചിന് ഒരു 7 വയസ്സേ കാണത്തുള്ളൂ. അത്ര 7 വയസ്സ് കാണത്തില്ല, അത്രയുള്ളൂ. അത്ര 300 കുഞ്ഞുങ്ങളെ എനിക്കാണെങ്കിൽ ഭയങ്കര അഭിഷേകം കിട്ടി. കരുതുങ്ങളെല്ലാം കണ്ടപ്പോഴേ മറ്റൊരു രാജ്യത്താണ് അവർ ജീവിക്കണമെങ്കിലും അവർ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവരെ വിശ്വാസത്തിലാണ് വളർത്തുന്നത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. മലയാളി ഇവിടുന്ന് ചെല്ലുമ്പോൾ, മലയാളി തന്നെയല്ലേ, നമ്മളെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ പള്ളി വരാൻ നമുക്കെന്ത് പാടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 2 വയസ്സ് തൊട്ട് കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൊടുക്കണമെന്ന് തോന്നണം. കാര്യം അങ്ങനെ കൊടുത്ത വിശ്വാസം ഒരിക്കലും നമുക്ക് പോകത്തില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളൊന്ന് മുതിർന്നിട്ട് വിശ്വാസം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വിശ്വാസം സ്വീകരിച്ചെന്ന് വരും, അല്ലേ? അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് കൊടുക്കണത്? എപ്പോഴും കുഞ്ഞിന് ജനിക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കത്തില്ലേ, അല്ലേ? മുലപ്പാൽ കൊടുക്കത്തില്ലേ?
എന്നെ പറഞ്ഞാൽ അതുപോലെ തന്നെ വിശ്വാസം കൊടുക്കണം. ഞാനതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയത് കൊണ്ടാണ് എനിക്കത് വല്ലാത്തതായിട്ട് തോന്നിപ്പോയി. ഭയങ്കര സന്തോഷം തോന്നി. കാര്യം 2 വയസ്സുകാർ, കറക്റ്റ് 2 വയസ്സേ ഉള്ളൂ, ഇത്രയേ ഉള്ള ആൾക്കാർ. പക്ഷേ ഈ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റിട്ടേ, കാണാത്ത ഒരാളല്ല ഞാൻ കാണുന്നവർ, എന്നിട്ട് പോലും അവർ എനിക്ക് ടാറ്റയൊക്കെ തന്ന് പ്രൈസ് ജീസസൊക്കെ ഈ 3 വയസ്സോ 4 വയസ്സുള്ള ആൾക്കാരൊക്കെ പറയണേ. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണ പോലെ ഇരിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ പരിശീലനം. കാര്യം അതൊക്കെ മുമ്പ് സംഭവം ഉണ്ടായി. എൻ്റെ ഇവിടുത്തെ പഴയ വികാരി ഫാദർ യേശുദാസ് എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛാ ഞാനൊരു കുടുംബത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് 1 മാസം, 1 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും ആയിട്ടുള്ളവർക്ക് ഇവരെ കാണാൻ നിൽക്കുകയാണ്. സീരിയസ്. അപ്പോൾ ഉടമ്പടി എടുക്കാത്തവരെ കാണുമ്പോൾ പ്രയാസമായിരിക്കുമെന്ന് ഞാൻ അവരെ പറഞ്ഞു വിട്ടു അച്ഛനോട്. പക്ഷേ അച്ഛൻ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല വിശുദ്ധിയുള്ള, അത്രയും അടുപ്പമായിട്ടുള്ള, കൃപാസന അടുപ്പമുള്ള അച്ഛനാണ്. എന്നിട്ടും എനിക്ക് ഉടമ്പടിയുടെ വിഷയമുള്ള കാരണം, ഉടമ്പടി ഞാൻ കാണിക്കുന്ന നീതിയല്ലല്ലോ. ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവരെ കാണുക എന്ന് വെച്ചാൽ നീതിയല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്തായാലും അറിയാം, ഉടമ്പടി എടുത്ത 10,000 മനുഷ്യർ കാണേണ്ട ഒരു പോക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കത് എൻ്റെ മനസ്സനുഭവിച്ചില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, യു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ അവർ അവിടെ വെച്ച് എന്നെ കണ്ട്, അയർലൻഡ് വെച്ച് എന്നെ കണ്ട്. ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിട്ട്, കഴിഞ്ഞ അടുത്ത് പറഞ്ഞു വിട്ട ഒരാൾക്കാരാണ്. പക്ഷേ അവരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അവർ 2 സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട്, നോക്കിൽ വെച്ചും കണ്ടു. എന്താ കഷ്ടം എന്നറിയാവോ? അവർക്ക് 10 കുഞ്ഞുങ്ങളുണ്ട്. 10 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 2 പേര് മാത്രം. അവർ 10 എന്ന് പറഞ്ഞിട്ട് 2 പേര് ഈശോൻ്റെ അടുത്തുണ്ട്, ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത്രയും വിശ്വാസത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. 2 പേര് ഈശോൻ്റെ കയ്യിലുണ്ട്, ബാക്കി 8 പേരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 8 പേരും അപ്പനും അമ്മയുമായിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കണത്. 8 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയോട് സഞ്ചരിക്കുക. അതെനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അഭിഷേകം തോന്നി. അപ്പം അതായത് ഇതൊക്കെ നടക്കും ഈ കാലത്തും. അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതേ, നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് മാത്രം ലക്ഷ്യമാക്കിയാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വയറ്റിപ്പഴപ്പ് പോലും നിങ്ങൾക്ക് യോഗ്യത അർഹതയില്ലാത്ത രീതി വരും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു കാനഡയിലേക്ക് പോകുന്ന ആൾക്കാർ വന്നു. അപ്പം ഞാൻ 4 പേരെയും പ്രാർത്ഥിച്ചു, അപ്പനും അമ്മേനെയും പ്രാർത്ഥിച്ച്. അവർക്കൊരാൾക്കാണ് ചീട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് അവർക്ക് ധൈര്യമുള്ളതുകൊണ്ട് അവർ 4 പേരും കൂടി കയറി നിന്ന്, അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും. അപ്പോൾ ഞാൻ അവരെല്ലാവരും ആശീർവദിച്ച് കഴിഞ്ഞ് പിരിയാനായപ്പോൾ അതിൻ്റെ അകത്ത് അമ്മ എന്നോട് പറഞ്ഞ്, അച്ഛാ എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞു. അവനെ വൈദികനാക്കാൻ വേണ്ടി ഒരു ആൺകുഞ്ഞിനെ വേണം എനിക്ക്. അതിന് അവൾ ഒന്നുകൂടി പ്രസവിക്കാൻ തയ്യാറാണ്, 1 2 പ്രസവിക്കാൻ തയ്യാറാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ പഠിക്കണ്ട, അതെനിക്ക് ഈശോ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നത്, അതുകൊണ്ട് അതുകൂട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വെച്ചാൽ ഇവളുടെ കൈ, ഈ അമ്മയുടെ തലേ കൈ വെച്ചപ്പോൾ തന്നെ ഈശോ പറഞ്ഞ് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ അതായത് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ സത്യസന്ധമായി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ സൂക്ഷ്മമായ മനോവികാരങ്ങളെപ്പോലും ഹോണർ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾ ഹോണർ ചെയ്യാത്ത ആരെങ്കിലും ദൈവം എൻ്റെ കാര്യം തിരക്കുന്നില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം തിരക്കാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം തിരക്കണതാണ് സത്യം. എന്താ കാര്യം, ഈ കാനഡയിലേക്ക് പോണ മകളുടെ തലേ കൈവച്ചപ്പോൾ 2 അപ്പം ഈശോ എന്നോട് പറഞ്ഞത് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പം ഞാൻ ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അവൾ കാനഡയ്ക്ക് പോണ ആശീർവാദത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ അവൾക്ക് ആൺകുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ്, എനിക്കൊരു ആൺകുഞ്ഞിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം, അവനെ വൈദികനാക്കാനാണെന്ന്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവർ ദൈവത്തിന് വേണ്ടി പ്രസവിക്കുക, ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തുക, ദൈവത്തിന് കൊടുക്കുക. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് നിങ്ങൾ ദൈവത്തിന് 10 പൈസ ഗുണമില്ലാത്ത നിങ്ങളുടെ സ്വന്തം കാര്യം കൊണ്ട് വരുന്നത്. എത്ര കാലം കൊണ്ടുവരേണ്ടി വരും? അതുകൊണ്ട് നിങ്ങളുടെ ഈ വിഷയമില്ല, അജണ്ട ഒന്ന് റീതിങ്ക് ചെയ്യണം, നല്ലതാണ്. ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ ദൈവത്തിനെന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ എന്ത് മൂവ്മെന്റ് നടത്തിയാലും അവിടെയെല്ലാം നിനക്ക് ഒരു സ്പേസ് ഉള്ള രീതിയിൽ ചിന്തിക്കാൻ, അത് നടപ്പിൽ വരുത്തുവാൻ എന്നെ റീഫോർമേറ്റ് ചെയ്യണമേ, എന്നെ പുനരുദ്ധരിക്കണമേ, പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ, നിങ്ങൾ ഇതൊക്കെ എടുക്കേണ്ടതുണ്ടല്ലോ. അതായത് ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകളെ അതെങ്ങനെ എടുക്കേണ്ടത്? അതായത് എടുക്കേണ്ടത് 25 പുറപ്പാടിന് 25 എടുത്ത് പുറപ്പാട് 25 ശ്രദ്ധിക്കട്ടെ. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും പറഞ്ഞ പുറപ്പാട് 25:22 അവിടെ വെച്ച് പറഞ്ഞ അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മുകളില് ഈശോനെ വെച്ചിട്ടില്ല നമ്മള്. അതാണ് എൻ്റെ ഈ വചനത്തിൽ നിന്ന് അത് എടുത്തത്. അതായത് ഈശോ വചനം ഇവിടെയും ആ ഒരു ചിന്തയിലാണ് ഈശോയെ വെച്ചിരിക്കുന്നത്. കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പം കൃപാസനത്തിൻ്റെ ധ്യാന ശുശ്രൂഷകളെ ഒരു കരിസ്മാറ്റിക് ധ്യാനമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തോട് ഉടമ്പടി ചെയ്ത വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ ഒരു സംവേദനമായിട്ടാണ് കാണേണ്ടത്. ഈശോയുടെ വചനങ്ങൾ അവൻ പറയണത് നമ്മൾ നടപ്പിൽ വരുത്തിക്കണം. അവൻ പറയണതേ നടപ്പിൽ വരുത്താവൂ. അവൻ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ മോസസിന് ഇത്തിരി ശ്രദ്ധ കുറഞ്ഞു പോയി, അത് കാരണമാണ് വാഗ്ദാനം പ്രാപിക്കാതെ വന്നത്, അല്ലേ? അത് വചനം എഴുതിയിട്ടുണ്ടല്ലോ, നിയമാവർത്തനം 32 51 മുതൽ 52 വരെ. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. കാര്യം വാഗ്ദാനം മോസസ് പ്രാപിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? പ്രവേശിക്കാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. എന്നൊക്കെ ഈ കൽപ്പന കൊടുത്ത മോസസ് പോലും വാഗ്ദാനം പ്രാപിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇസ്രയേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയ്ക്ക്, സൂക്ഷ്മതയുള്ള വിശ്വസ്തതയ്ക്ക് മോസസ് സാക്ഷ്യം വഹിച്ചില്ല, അല്ലേ? പാറ ചൂണ്ടാൻ പറയുമ്പോൾ പലരും അടിക്കാൻ തുടങ്ങി. രണ്ട് തരാറുണ്ട്. മെരീബയിലെ ജനത്തിൻ്റെ ആ പാറയിൽ അടിക്കാനേ പറഞ്ഞുള്ളൂ, അല്ല ചൂണ്ടാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ മോസസ് എന്ത് ചെയ്ത് അത് അടിച്ചു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടിയും അതിന് ദൈവം വിശ്വസ്തതയെന്നാണ് പറയണത്. നമ്മളെ ദൈവം എന്താ പറയണത് അതനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്, വിശ്വാസമല്ല, വചനത്തോടുള്ള വിശ്വസ്തത. പിന്നെ പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അയർലൻഡിൽ വെച്ച് ഈശോ ഇതിന് വേറൊരു ഭാഷ്യം നൽകി, വ്യാഖ്യാനം. എന്തുകൊണ്ട് മോസസ് വാഗ്ദാനം പ്രാപിച്ചില്ലെന്ന്. നമ്മളീ പറയുന്ന പരമ്പരാഗതമായ കാരണങ്ങളല്ല, അത് മാത്രമല്ല ഒത്തിരി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 33:11 എടുത്തേ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ്
കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ഇവിടെയാണ് പ്രോബ്ലം വരുന്നത്. കണ്ടാ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ നിങ്ങൾ നാളെ വാഗ്ദാനം പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോസസിന് കൈമോശം വന്ന ഈ വിഷയം നിങ്ങൾ തിരുത്തേണ്ടി വരും. എന്താ നമ്മുടെ പുറപ്പാട് 11 വായിച്ചു, പുറപ്പാട് 33:11 വായിച്ചേ. സ്നേഹിതനോടെന്ന പോലെ പറഞ്ഞേ, സ്നേഹിതനോട് കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. എൻ്റെ മക്കളെ, ഇതിൻ്റെ മുഴുവൻ രഹസ്യം ഇരിക്കുന്നത് ഈ വചനത്തിലാണ്. മോസസ് എന്തുകൊണ്ട് വാഗ്ദാനം പ്രാപിച്ചില്ല? അത് കാരണം ദൈവം ഉദ്ദേശിച്ചിരുന്നത് മോസസിന് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. പക്ഷേ കാര്യം അറിയാവുന്ന ആൾ അറിയുന്ന കാര്യങ്ങളെ പ്രയോഗിക്കുന്നതിൽ സൂക്ഷ്മത പിഴവ് വരുന്നുണ്ട്. മോസസിൻ്റെ കാര്യങ്ങൾ അറിയാം. എന്താ അറിയാവുന്നത്? പുറപ്പാട് 14 എടുത്തേ. പുറപ്പാട് 14 പറഞ്ഞേ, വായിച്ചേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അപ്പോഴേ വാഗ്ദാനം പ്രാപിക്കുന്നതിലുള്ള ഒരു പ്രാർത്ഥനാനിർഭരമായ ശാന്തത ഇതിൻ്റെ ഒരു പ്രീ റെക്വിസിറ്റാണ്. മനസ്സിലായോ? വെകിളി പിടിച്ച് ശാന്തപ്പെട്ട് നടന്നില്ലല്ലോ, ഒത്തില്ലല്ലോ, പിന്നെയും തോറ്റല്ല എന്ന് പറഞ്ഞ് ചില പ്രാന്തികൾ നടക്കണില്ലേ. അയ്യോ, ഞാൻ ഉടമ്പടി എടുത്തില്ല, ഞാൻ ഇനി എന്താണ് കുഴപ്പം സംഭവിച്ചത്, നടന്നില്ലല്ല, ഓഫർ ലെറ്റർ വന്നില്ല എന്ന് പറഞ്ഞ് വെകിളിയും പിടിച്ച് നടക്കണില്ലേ. ഈ വെകിളിക്കാർ ശ്രദ്ധിക്കും. ഇതിനൊരു പ്രാർത്ഥനാ നിർഭരമായ, നിങ്ങളെപ്പോഴും ഓഫർ ലെറ്റർ അല്ലെങ്കിൽ വിസ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാന്തി പിടിച്ച് കമ്പ്യൂട്ടറായിട്ട് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോയി നോക്കിയിട്ട് കാര്യമില്ല. മര്യാദക്ക് നിങ്ങൾ ഉടമ്പടി ചെയ്ത് ജീവിതത്തെ നോക്കണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓരോ വിഷയത്തിൽ അങ്ങനെയാണ് ഉടമ്പടിക്ക്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാർത്ഥനാ നിർഭരമായ ശാന്തതയുണ്ട്. എന്താ പുറപ്പാട് 14 എന്താ പറയണത്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായി ഇരുന്നാലും മതി. അതായത് എവിടെ ഇരിക്കണം? കലിങ്ങ കുത്തിരിക്കണം. വല്ലയിടത്തും പോയിരുന്നൊരു കാര്യമില്ല. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അല്ലാതെ മകളെ കെട്ടിച്ച് വീട്ടിൽ പോയിരിക്കരുത്. എവിടെ ഇരിക്കണം നോക്കണം നിങ്ങൾ. ഇവിടുത്തെ പ്രശ്നം മുഴുവൻ ഇരിപ്പ് ദോഷമാണല്ല. നമ്മൾ ഈ തലക്ക ദോഷം പോലെ വന്നിരിക്കേണ്ട ഒരു കുഴപ്പമാണ് ഇരിപ്പ് ദോഷം. എവിടെയാണ് ഇരിക്കണം എന്ന് നോക്കണം നിങ്ങൾ. അതായത് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട്. നമുക്ക് എപ്പോഴും പള്ളിയിൽ പോയി ഇരിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട്. ഇപ്പോൾ ഞാനും കൊച്ചനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനും ജോമളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ മൂന്നും കൂടി ഇരുന്നാൽ പതുമുക്ക ഞങ്ങൾ സംസാരിക്കുന്നത് കർത്താവിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊരു പള്ളിയിൽ പോയി ഇരിക്കുകയല്ല. എപ്പോൾ സംസാരിച്ചാലും കാറിൽ പോയാലും കർത്താവിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ എങ്ങനെ ജീവിക്കണത്. അപ്പം അച്ഛൻ സംശയങ്ങൾ ചോദിക്കും, ഞാൻ നിവാരണം ചെയ്യും, പിന്നെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയും, പിന്നെ അനുഭവങ്ങൾ പറയും. ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. മനസ്സിലായി? അതുപോലെ നിങ്ങളും ഉടമ്പടി ധ്യാനം കൂടിയും അതെന്താണെന്ന് നോക്കിയും അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയും പ്രാർത്ഥിച്ച് നോക്കിയും മാതാവിനോട് പ്രാർത്ഥിച്ചും നിങ്ങൾ ആവശ്യമില്ലാത്ത വെകിളി കാണിക്കരുത്. വെകിളി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. വ്യഗ്രതയില്ലേ ആൾക്കാരുടെ നമുക്ക് നിങ്ങൾ ഇങ്ങനെ വ്യഗ്രത കാണിക്കുമ്പോൾ ദൈവം എന്താ സംഭവിക്കാമെന്ന് അറിയാമോ? ഡാമേജ് ആകണ എന്തൊക്കെയാണ്? നമ്മൾ വ്യഗ്രത കാണിക്കുമ്പോൾ ഡാമേജ് ആകണത് വിശ്വാസം ഡാമേജ് ആകും, പ്രത്യാശ ഡാമേജ് ആകും, അതുപോലെ തന്നെ ദൈവസ്നേഹവും ഡാമേജ് ആകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉത്കണ്ഠ, വ്യഗ്രത എന്ന് പറയുന്ന സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം
34 തിരുവചനം. ലുക്ക 21:34. സുഖലോലുപത, സുഖലോലുപത, മദ്യാസക്തി, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പൊ എന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഗ്രത വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയണത്? വ്യഗ്രത അതായത് സുഖലോലുപത, മദ്യാസക്തി, പിന്നെന്താ ജീവിത വ്യഗ്രത എന്നിവയാൽ മനസ്സ് ദുർബലമാകും. ഈ മനസ്സ് ദുർബലമായ മനസ്സിൽ നിന്ന് വിശ്വാസം ഉണ്ടാകത്തില്ല, പ്രത്യാശ ഉണ്ടാകത്തില്ല, ദൈവസ്നേഹം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏറ്റവും ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ശ്രദ്ധിക്കേണ്ടത്? മനസ്സ് ദുർബലമാക്കാതിരിക്കാൻ നോക്കണം. പിടിയാ എന്ന് പറഞ്ഞേ, ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? മനസ്സ് ദുർബലമാക്കരുത്. മനസ്സ് ദുർബലമാകണം. എന്തൊക്കെ കൊണ്ടാണ്? ആസക്തികൾ കൊണ്ടാണ് ദുർബലത ഉണ്ടാകുന്നത്. ആസക്തികൾ എന്തൊക്കെയാണ്? ഇപ്പം സുഖലോലുപത, അത് ഭയങ്കര ഒരു ആസക്തിയാണ്. എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ആൾക്കാരുമായിട്ട് ജോളിയായിട്ട് പോകണം, സിനിമ കാണണം. അതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും നമുക്ക് സുഖം തരുന്നതിൻ്റെ അകത്ത് എപ്പോഴും ആബന്ധമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? മനസ്സ് ദുർബലമായി കഴിയും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്ലേശം കർത്താവ് തരണത്. മനസ്സിലായില്ലേ? രോഗം, പീഡ. ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അത് കർത്താവ് എടുത്ത് മാറ്റട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാകണത്? അതിനകത്ത് ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്, ഉറക്ക ക്രമീകരണങ്ങളുണ്ട്, ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ ആ ക്രമീകരണങ്ങൾ ഒരു സുവിശേഷം പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരുടെ വേദന മനസ്സിലാക്കാൻ നമ്മളിത് സഹായിക്കും. പിന്നെ രോഗികളോട് കരുണ കാണിക്കാൻ ഇതെന്നെ സഹായിക്കും. ഇതെന്നെ ഇല്ല, ഞാൻ ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളോട് കരുണ കാണിക്കാൻ പറ്റും? പറ്റത്തില്ല. എനിക്കെങ്ങനെ ഒരു രോഗിയോട് ഒരു ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അല്ലാതെ ഒരു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്നാ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ച് പറയണമല്ല. ഐ മസ്റ്റ് നോ ദാറ്റ് യു ആർ ഹീൽഡ്. അതിനെന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എല്ലാം പ്രാർത്ഥനയിൽ കർത്താവിനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാളിനെ ഹീല് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഞാനിങ്ങനെ കിസ്ത്രക്ക പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഷാവരും പ്രാർത്ഥിക്കത്തില്ല. ഐ നോ വാട്ട് ടു ബി ഡൺ. എന്താണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണത്? ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എൻ്റെ 36 കൊല്ലത്തെ പൗരോഹിത്യം ഈട് വെച്ചിരിക്കണത്. 36 കൊല്ലത്തെ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ സത്യം പറയാം, ഈശോ ഉണ്ട്, ഒരു 1.5 പൗരോഹിത്യമാണ്. എന്താ കാര്യം? ഇന്ന് വരെ കർത്താവിന് വേണ്ടി ജീവിച്ച ചരിത്രമുണ്ട് എൻ്റെ കയ്യിൽ. കർത്താവിന് വേണ്ടി മിഷനായിട്ട് അറിയിച്ചും അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും കൊണ്ട് കടലിലും കരയിലും ചുറ്റു സഞ്ചരിച്ചും ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 9 മണി തൊട്ട് രാത്രി ഈ പേഷ്യൻ്റാണെന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കണത്. രാവിലെ 9 മണി തൊട്ട് രാത്രി 11:45 വരെ നിൽക്കുകയാണ്. അത്രയും ടൈം നിന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോയി, സത്യമായിട്ടും പോയി. അത് 10 മിനിറ്റേ പോയുള്ളൂ. അത്രയും നിൽക്കണേ. എന്ത് വേണം നമുക്ക്? അഭിഷേകം വേണം. നമുക്കറിയാവില്ല, നമ്മൾക്കെല്ലാവരും നിങ്ങൾ പറയണത് രോഗം സൗഖ്യമാക്കണം, വീട് കെട്ടാം, ജോലി വേണം, അതിന് പിന്നെ മക്കളെ വേണം. നിങ്ങൾ ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. ദൈവത്തിൽ ഇതിനെല്ലാം കൂടി സിംഗിൾ പാക്കേജ് ഉണ്ട്. നിങ്ങൾ ചോദിക്കേണ്ടത് അഭിഷേകമാണ്. കർത്താവേ, ഇത് നീ എനിക്ക് അനുഭവിച്ചു തരുന്നവരെ നിലനിൽപ്പിനുള്ള വരം നൽകണമേ. പ്രാർത്ഥിച്ച്, കർത്താവേ, ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങള് നീ എനിക്ക് അനുവദിച്ചു തരും വരെ നിലനിൽക്കാനുള്ള അഭിഷേകം നൽകണമേ. അപ്പൊ ദൈവമായിട്ടുള്ള ഇടപാടിന്റെ ഒരു ഡീലിങ്സ് മനസ്സിലായില്ലേ? ഇപ്പൊ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ മുദ്ര എൻ്റെ ശരീരത്തിലുണ്ട്. ക്ലിയർ അല്ലേ? അത് രോഗമായിട്ട് 1 2 3 ഉണ്ട്. ഈ ശ്വാസകോശ രോഗമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ കർത്താവ് ബ്ലോക്ക് ചെയ്തു. അവിടെ ഒന്നും ഉണ്ടായില്ലേ, ഇവിടെ വന്നപ്പോൾ തിരിച്ചുണ്ടായി. അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന എല്ലാം കൊണ്ട്, അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ബ്ലോക്ക് ചെയ്തു. എനിക്ക് ഒരു ശ്വാസം മുട്ടലും ഉണ്ടായിട്ടില്ല.
നല്ല മഴയും തണുപ്പുമുള്ള സമയത്ത് ഞാൻ പോയ സ്ഥലത്ത് അവിടെ പോയായിരുന്നു. എന്തുണ്ടായില്ല, അത് കർത്താവാണ് തീരുമാനിക്കണം ഉണ്ടാകണോ ഉണ്ടാകേണ്ടതെന്ന്. മനസ്സിലായ? അതേസമയത്ത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം ദൈവം നമ്മുടെ നീതിയെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കലർപ്പില്ലാതെ, സംശയമില്ലാതെ. സംശയമാണ് നമ്മുടെ മനസ്സിനെ ദുർബലമാക്കണത്. അത് ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. ഇപ്പം 10 ദിവസം നടന്നു വന്നില്ലേ കടലിലൂടെ, അപ്പോൾ കർത്താവ് അവൻ താഴ്ന്നു പോയില്ലേ? എന്തുകൊണ്ടാണ് താഴ്ന്നു പോയത്? അല്പവിശ്വാസി, നീ സംശയിച്ച. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 14:31. മത്തായി 14:31. 14:31. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പതിനാലല്ലേ? മത്തായി 14:31. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യേശു കൈ നീട്ടി, യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? നീ സംശയിച്ചതെന്തിന്? മനസ്സിലുള്ള. അപ്പം ഈ അല്പവിശ്വാസം ആണ് എന്ത് ചെയ്യണത്? മനസ്സിനെ ദുർബലമാക്കുന്നത്. അല്പവിശ്വാസം കൊണ്ടാണ് സംശയം വരണത്. ഇപ്പം വ്യഗ്രതയും നേരത്തെ കണ്ടത് എന്താണ്? മനസ്സ് ദുർബലമാകണത് എന്താണ്? വ്യഗ്രത അല്ലേ? 21 ലൂക്കാന്റെ സുവിശേഷം 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മനസ്സ് ദുർബലമാകും. അപ്പോൾ വ്യഗ്രത ഒരു പ്രശ്നമാണ്. വ്യഗ്രതയും അതേസമയം പിന്നെ എന്താണ്? സംശയവും. ഈ 2 സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രോഗങ്ങളാണ്. വ്യഗ്രതയും സംശയവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും ഗൺ പോയിൻ്റ് കൊണ്ടുവരേണ്ടത് വ്യഗ്രതയും അതുപോലെ തന്നെ സംശയത്തെയുമാണ് ചികിത്സിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള വ്യഗ്രതയെയും സംശയത്തെയും നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകി നീ വിശുദ്ധീകരിച്ച് എന്നെ ബലപ്പെടുത്തണമേ. ഇങ്ങനെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം 2 കാര്യങ്ങളുണ്ട്, 2 രോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്പിരിച്വൽ ഡിസീസ് 2 എന്താണ്? ഇനിയും ഉണ്ടാകുമേ, ഈശോ പറയണനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ എന്താണ്? സംശയം. രണ്ടാമത്തെ എന്താണ്? വ്യഗ്രത. ഈ വ്യഗ്രതയെ മാറ്റി, സംശയം മാറ്റി മനസ്സിനെ ദുർബലമെന്നല്ല പറഞ്ഞത്. ദുർബലമാകുമ്പോൾ തന്നെ നമ്മളെന്താ പറയണത്? അതിനെ ബലപ്പെടുത്തേണ്ടി വരും. മനസ്സിനെ ബലപ്പെടുത്തണം. മനസ്സിനെ ബലപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അറിയണ്ടേ? അതിൻ്റെ മരുന്ന് എന്താണ്? അതിൻ്റെ ടോണിക് എന്താണ്? ഇഞ്ചക്ഷനാണ്, IV ആണ്, ടോണിക്കാണ്, ടാബ്ലറ്റ്സ് ആണ്? എന്താണ് നമ്മൾ കഴിക്കേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ? മോസസ് എന്താണ് കഴിക്കാതിരുന്നത്? എന്താണ് അറിയേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടി? കാര്യം എന്താ? വാഗ്ദാന നാട് കക്ഷി പ്രാപിക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ഉടമ്പടിയുടെ നീ വെച്ചിരിക്കണം ഒരു നിയോഗം നടക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറയും. നിൻ്റെ പോക്കും കളി ഇതുപോലെയാണെങ്കിൽ നീ ഉടമ്പടി വെച്ചിരിക്കണ ഒരു സംഭവം നടക്കത്തില്ലെന്ന് ദൈവം നിൻ്റെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി നീ വെച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വാഗ്ദാന നാട് നീ പ്രാപിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അയർലൻഡ് വഴി ഈശോ പറഞ്ഞ ഇതാണ്, മോസസും ജോഷുവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതാണ് വിഷയം. എന്തൊക്കെയാണത്? 33:11 എടുത്ത് പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. അപ്പൊ മോസസ് വിട്ടുപോയിട്ടും ജോഷുവ കൂടാരത്തെ വിട്ടുപോണില്ല. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്.
മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ ഗ്യാപ്പ്. മോസസിനും ഗ്യാപ്പുണ്ട്. നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷണൽസിന് അറിയാം ഗ്യാപ്പ് എന്ന് എന്താണെന്നറിയാം. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നെയല്ല എല്ലായിടത്തും. ഇവിടെ എന്താ പ്രോബ്ലം? അതായത് സ്ഥിരത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 1 തിമോത്തി 6:6 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് എന്ന് പറഞ്ഞ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 6:11 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. സ്ഥിരത നമ്മളെ അതായത് നമ്മുടെ ഗൺ പോയിന്റിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് സ്ഥിരത. അതായത് ഇപ്പം കുറച്ച് പ്രാർത്ഥിച്ച് രാവിലെ പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെയൊക്കെ ജീവിച്ചു, വൈകുന്നേരം എടുത്ത് ഉടമ്പടി പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെ തോന്നിയ മാസം കുറച്ചതൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളത് ഇല്ലാത്ത പറഞ്ഞ് ദൈവത്തെ ഇറക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് രാവിലെ എടുത്ത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി അപ്പോഴും പോയി, സ്ഥിരത പോയി. സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയല്ലേ ദൈവമായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവത്തിന് നിരക്കാത്ത വർത്തമാനങ്ങളെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ദൈവമായിട്ടുള്ള സ്ഥിരത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തുള്ളൊരു ജീവിതമാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് എഴുതി ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന് ഇടത്തില്ലേ, ഈ നേരത്തെ പെട്ടി കൊണ്ടുവന്ന് ഇടത്തില്ലേ ആൾക്കാർ. അതുപോലുള്ള അഭ്യാസം കാണിച്ചിട്ട് പോകരുത്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഐ ആം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് ഉടമ്പടി എന്നൊരു പക്ക ഫോർമുലയാണ്. ഉടമ്പടിയിലേക്ക് കേരള സഭ എത്തിയത് 1975 തൊട്ട് 1925 വരെയുള്ള കാലമാണ്. ഈ 50 കൊല്ലമല്ലേ? 75 2025 അത് 50 കൊല്ലം അല്ലേ? 50 കൊല്ലമാണ് ദൈവം നമ്മളെ കേരള സഭയെ പരിപാലിച്ചു കൊണ്ടത്. കാര്യം എന്താണ്? കേരള സഭയെക്കുറിച്ച് കർത്താവിന് ഭയങ്കരമായ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ സാത്താനും നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം കേരള സഭയിലുള്ളത് എന്താണ്? ദൈവം ഇതിനെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു കൊണ്ട് പോണത് സാത്താന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ലോകത്തെ തകർക്കാൻ കേരള സഭയെ ഉപയോഗിക്കണം. അതിനാണ് അവർ കുർബാനയൊക്കെ ഉപയോഗിക്കുന്നത്. ആ കുർബാന വിഷയമാകണം എന്താ തർക്കം? ശരിക്കും പറഞ്ഞാൽ ഫ്രീ മേസൺസിൻ്റെ കാലത്ത് കുർബാന അപമാനിക്കപ്പെട്ടതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇന്ന് പലപ്പോഴും കുർബാന ഒരു തർക്കത്തിൻ്റെ വിഷയമായി മാറുന്നില്ലേ? കാരണം കേരള സഭയെക്കുറിച്ച് ഒരു ആഗോളമായ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. കാര്യം എല്ലായിടത്തും വിശ്വാസത്തിന് വിളക്ക് കെട്ടാൽ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കന്യകമാരും ഇവിടുത്തെ നീതിമാന്മാരും ഇവിടുത്തെ അഭിഷിക്തരും ഇവിടുത്തെ പ്രവാചകന്മാരും ലോകം മുഴുവനും വിശ്വാസം ജനിപ്പിക്കും. ഞാൻ അയർലൻഡിൽ നിന്ന് പോന്നപ്പോഴേ എൻ്റെ ഒരു സഹോദരൻ പ്രവർത്തകൻ ജോജോ വിളിച്ച് പറഞ്ഞു വെച്ചാൽ സായിപ്പച്ചന്മാരൊക്കെ ഇവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? നമ്മുടെ ആൾക്കാർ ധ്യാനം കൂടിയവരവിടെ അവരുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ പള്ളിയിലൊക്കെ ആൾ കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അയാളുടെ പേര് പറയാൻ കാര്യം അയാളത് പറഞ്ഞു സത്യമാണ് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആ ദേവാലയത്തിലെ ആ തദ്ദേശീയരുടെ ദേവാലയത്തിൽ പോലും ജനങ്ങൾ പ്രാർത്ഥനാനിരപരമായി. ദാറ്റ് മീൻസ് എന്താ കാര്യം? കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇവിടുത്തെ അഭിഷിക്തർ, ഇവിടുത്തെ പ്രവാചകർ, ഇവിടുത്തെ അപ്പോസ്തലന്മാർ ലോകം മുഴുവനും പോയി ലോകത്തിന് വന്ന വിശ്വാസ തകർച്ച ചെയ്യുന്നതിന് വീണ്ടെടുക്കാൻ കേരള സഭയെ കർത്താവ് വളരെ വളരെ ശക്തമായ രീതിയിൽ 1975 കരിസ്മാറ്റിക് ധ്യാനം ഇവിടെ വന്ന കാലം മുതൽ പ്രത്യേക പരിചരണത്തിൽ കൊണ്ടുവരികയാണ്. അത് സാത്താനും അറിയാം. അത് സാത്താനും അറിയാവുന്ന നമ്മുടെ അപ്പോസ്തലന്മാർക്ക് അറിയണം. അത് മനസ്സിലാക്കേണ്ട അടിയന്തരമായിട്ട് ഈ വിഷയം എത്രയും വേഗം ക്ലോസ് ചെയ്യണം. സഭയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ജയപരാജയങ്ങളുടെ പ്രശ്നങ്ങളില്ല.
ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സഭയ്ക്ക് ഡാമേജ് ഇല്ലാതെ ഈ വിഷയം പര്യവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നാണ്. അതിനുവേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇരിക്കുക. പുറപ്പാട് 33:11 വായിച്ചോളൂ. അതാണ് ഇന്നത്തെ കീബേഡ്. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ യോശുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. അപ്പൊ കൂടാരത്തെ വിട്ടുപോകാതിരുന്നത് ആരാണ്? ജോഷുവയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സംശയങ്ങളെ കൊണ്ടോ പിന്നെ എന്താണ് വ്യഗ്രത കൊണ്ടോ മനസ്സ് ദുർബലപ്പെട്ടാൽ ആ ദുർബലപ്പെട്ട മനസ്സിനെ ബലപ്പെടുത്താനുള്ള ഔഷധം എന്താണ്? കൂടാരത്തെ വിട്ടുപോകാതെ സ്ഥിരതയോടെയുള്ള ദൈവസംസർഗമാണ്. ക്ലിയറാണോ? ക്ലിയറല്ലേ? അതാരാണ് ചെയ്തത്? മോസസ് അല്ല. പിന്നെ ആരാണ് ചെയ്തത്? ജോഷുവയാണ്. അത് കാരണം ജോഷുവക്ക് എന്നാ കിട്ടിയത്? ആത്മശക്തി കിട്ടി. ജോഷുവ ആദ്യം ഈ ജെറീക്കോ പട്ടണം ഒറ്റുനോക്കാൻ വേണ്ടി പോയേശം വന്നപ്പോൾ അവിടെയുള്ള ഒറ്റുനോക്കാൻ പോയി വെച്ചാൽ സ്പൈ വർക്ക് ചെയ്യാൻ പോയി. ആ പട്ടണത്തിൽ പിടിച്ചടക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വന്നിട്ട് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അനാക്കിൻ്റെ രാക്ഷസനാണ്. അനാക്ക് ഗോലിയാത്തിനെ പോലെ രാക്ഷസവർഗമാണ്. അനാക്കിൻ്റെ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടെന്ന്. അപ്പം തന്നെ ഇസ്രായേൽക്കാർക്ക് മുട്ടിട്ട് വിറക്കാൻ തുടങ്ങി. എന്താ കാര്യം? അവർ പിടിച്ച് നിന്ന് കളയും. അത്രയും വില്ലന്മാരും മല്ലന്മാരുമായിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ അവർ വിശദീകരിച്ചപ്പോഴേ അപ്പം തന്നെ ജനം മോസസിനെയും ഇവരെല്ലാം പ്രാകാരം നിലവിളിക്കാൻ തുടങ്ങി. എന്താണ്? അവർ ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ജനം പേടിച്ച് വിറക്കാൻ തുടങ്ങി. ഈ പേടിച്ച് വിറക്കാൻ തുടങ്ങിയ ജനത്തോട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്. അതാണ് അതിന് ആത്മബലം കിട്ടിയെന്ന് പറയാൻ കാരണം. സംഖ്യ 14:18. സംഖ്യ 14:18. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3ഉം 4ഉം തലമുറ വരെ മക്കളെ. സംഖ്യ 13:33. സംഖ്യ 13:33. സംഖ്യ 13:33. നെഫിലീമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. 14:1-2-3. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. ജനങ്ങളെ പിടിച്ചു പോയെന്ന് മനസ്സിലായില്ലേ? അവർ മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. ജനം അവർക്കെതിരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ. ജനം ദുർബലമായി അല്ലേ? ജനം ദുർബലമായി. അപ്പോൾ ദുർബലമാകാത്തൊരാളുണ്ട്. വായിച്ചോളൂ താഴേക്ക്. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ എല്ലാം പഠിക്കാൻ കൊണ്ട് കൊടവടക്കിയാണ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മനസ്സ് അത്രയും ദുർബലമായി തീർന്നു. നമുക്ക് തിരിച്ചു പോകാമെന്ന് ജനങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പോഴും തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 14:6 വായിച്ചേ. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട. അതാണ് പ്രശ്നം. സംഖ്യനെ ദേശം ഉറ്റുനോക്കാൻ
പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും തങ്ങളുടെ വസ്ത്രം കീറി. ദൈവിക പദ്ധതിക്കെതിരെ ജനം നിന്നപ്പോഴാണ് അവർ രക്ഷാകുലരായി വസ്ത്രം കീറിയത്. അതെ, ഓക്കെ. അടുത്തത്, അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. ഇവിടെ വെച്ചാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. ജോഷുവ അഭിഷിക്തനാകണത്. അതായത് മോസസാണ് ഇവിടെ സംസാരിക്കേണ്ടത് ജനങ്ങളോട്. പക്ഷെ സംസാരിക്കുന്ന ആരാണ്? മോസസ് അല്ല. ഇവിടെയാണ് മോസസിൻ്റെ നേതൃത്വം ഇവിടെ ഫെയ്ഡാകണത്. ഇപ്പം ജോഷുവ ബാറ്റൺ കയ്യിലെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊരു ദിക്സാക്ഷി വിതരണം പോലെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ജീവിതവുമായിട്ടൊരു ഭയങ്കര ബന്ധമുണ്ട്. ആരാണ് ബാറ്റൺ കയ്യിലെടുക്കുന്നത്? ആരാണ് മുന്നോട്ട് പോകാൻ ദൈവം ഇച്ഛാശക്തി നൽകണത്? ആരാണ്? ജോഷുവയാണ്. എന്താണ് അവൻ്റെ പ്രത്യേകത? മോസസ് കൂടാരത്തിൽ ഇറങ്ങിപ്പോയാലും നൂനിൻ്റെ മകൻ ജോഷുവ കൂടാരം വിട്ടുപോകാതെ അവിടെ തന്നെ വസിച്ചു. അവനാണ് ഇനി സംസാരിക്കാൻ പോണത്. അടുത്ത വചനം എടുത്ത്, കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. കർത്താവിനോട് നിങ്ങൾ മറുതലിക്കരുത്. അപ്പം ഇവിടെ പ്രത്യാശ, കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നയിക്കുകയും ആ ദേശം, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ, വാഗ്ദാനങ്ങൾ അത് നിറവേറുകയും ചെയ്യും. മുന്നോട്ട് പോകാൻ പറയണത് ആരാണ്? സ്ഥിരതയുള്ളവനാണ് പറയണത്. ഇത് സ്ഥിരത ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോസസിന് എവിടെയെ വെച്ച് ഈ ബാറ്റൺ കൈവശം വന്നു പോയി. അവൻ കൂടാരത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? മോസസ് കൂടാരത്തിൽ തന്നെ ഇരിക്കണം, സ്ഥിരതയോടെ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. കൊണ്ടാണ് ബൈബിള് എഴുതിയപ്പോൾ മോസസ് പോയി കഴിഞ്ഞും ജോഷുവയെ അഡ്രസ്സ് ചെയ്യണത്. മോസസ് കൂടാരത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ മോസസാണ് ഹീറോ എങ്കിൽ പിന്നെ അടുത്ത വാക്ക് എഴുതേണ്ടതിൽ പ്രസക്തിയില്ല. അടുത്ത വാക്ക് എഴുതി, മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും പോകാതെ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു, നൂനിൻ്റെ മകൻ ജോഷുവ. കൈ ഇടിച്ച് കർത്താവേ. ഞാൻ ഇന്നലെ ഇതൊക്കെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ ഇനി ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇന്നലെ അഗസ്ത്യൻ്റെ ചില പഴയ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാനൊക്കെ ഡെസ്പായിരിക്കുന്നു. അഗസ്തീന വലിയ ജ്ഞാനപരമുള്ള സഭയിലെ പ്രാമാണികനായ ഡോക്ടറാണ്, ഗുരുവാണ് അഗസ്ത്യനെങ്കിലും അഗസ്ത്യൻ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഗസ്ത്യന് അത്രയും ബോധമില്ലെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വചനത്തിൽ ഞാൻ എടുക്കുമ്പോൾ അമ്മയെക്കുറിച്ച് പറയണം. അമ്മ എങ്ങനെ അമ്മയായെന്ന് പറയണം. അമ്മ എങ്ങനെ വാഗ്ദാനം പ്രാപിച്ചത്? ആദ്യം വാഗ്ദാനം പ്രാപിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. ദൈവത്തിൻ്റെ നിയോഗം ആദ്യം പ്രാപിച്ചത് ആരാണ്? വചനം മാംസമായത് അമ്മയാണ്. അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം സ്തുതിച്ചിട്ട് വചനം എടുത്തപ്പോൾ അമ്മ എങ്ങനെയാണ് അമ്മയായെന്ന് എന്നോട് പറഞ്ഞു. അത് ലൂക്കാസ് വിശേഷമാണ്. അതായത് 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ലൂക്ക 2:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 2:37. 84 വയസ്സായ ഈ വിധവ പറഞ്ഞ ആരെക്കുറിച്ച് പറയണമെന്നറിയാം? അന്നയെക്കുറിച്ച് പറയണ. അന്നയെക്കുറിച്ച് പറയുന്ന അന്ന ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു സമാന്തര രൂപമാണ്. ഭയങ്കര നമ്മൾ വചനം ദൈവത്തോട് ചോദിച്ച് പഠിക്കണം. ഞങ്ങളൊക്കെ ആദ്യം വചനം പ്രൊഫസർമാരോടും ലൈബ്രറിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിൻ്റെ അന്തരാർത്ഥങ്ങൾ അത് എഴുതിയും അത് ജീവിച്ച് ചെയ്ത അത് എഴുതിയ ആത്മാവിനോട് ചോദിച്ച് പഠിക്കുന്നത് വേറൊരു പഠനമാണ്. വരമെന്ന് പറയുന്നത് ജ്ഞാനപഠനം. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് അന്നയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വചനമെടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 2:37 ലൂക്കാ സുവിശേഷം. അവിടെ എന്താ എഴുതിയിരിക്കണത്? വായിച്ചോളൂ. 84 വയസ്സായ ഈ വിധവ. അത് പറഞ്ഞേ, 84 വയസ്സായ ഈ വിധവ
ദേവാലയം വിട്ടുപോകാതെ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ഇതിന്റെ കണ്ടില്ലേ, ഇവര് ഈ അന്ന എന്ന് പറയുന്ന ഈ പ്രവാചിക ശരിക്കും പറഞ്ഞാൽ ഒരു പുറപ്പാട് ജനതയുടെ ജീവിത അനുഭവങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സണൽ രൂപമാണത്. അതൊരു സമൂഹ രൂപമാണ് അവർ. അതിൻ്റെ ഒരു വ്യക്തി, ഒരു പോക്കറ്റ് ഷോപ്പിലെ പേഴ്സണിൻ്റെ ഒരു രൂപമാണ് ഈ അന്ന. അയാളെന്താണ്, അവരുടെ ജീവിതം തന്നെ പുറപ്പാട് പോലെയാണ്. എന്താണ്, 84 കൊല്ലം അവർ വിധവയായി. അത് 7 വർഷം അവർ ഭർത്താവിനോട് ജീവിച്ചു. എത്ര വർഷമാണ് ജീവിച്ചത്? 7 വർഷം. എന്നുപോലാണ് 12 വയസ്സ് മുതൽ താരുണ്യം എന്നാണ് പറയണത്. താരുണ്യം 12ാമത്തെ വയസ്സാണ്. അപ്പോൾ 12ാമത്തെ വയസ്സിൽ കല്യാണമായി. പിന്നെ എന്ത് പറ്റി, അവർ 12 to 7 വർഷം 19 വയസ്സ് വരെ അവർ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. അപ്പോഴേ അതിനുശേഷം അവർ വിധവയായിപ്പോയി. എങ്ങനെ വിധവയായി? മക്കളില്ലാതെ വിധവയായി. അതാണ് പ്രശ്നം. അപ്പോൾ ചെങ്കടലും ജോർദാനും ഒക്കെ നീന്തി വരികയാണ്. മക്കളില്ലാതെ അവർ വിധവയായി. അപ്പോൾ മക്കളുള്ള വിധവകളുണ്ട്, മക്കളില്ലാത്ത വിധവകളുണ്ട്. ഇപ്പം ഇവരാരാണ്? മക്കളില്ലാത്ത വിധവയാണ്. ഈ മക്കളില്ലാത്ത വിധവ എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? ദേവാലയം വിട്ടുപോകാതെ, വായിച്ചോളൂ. ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. രണ്ട് കാര്യം ചെയ്തു. ഒന്ന് ഉപവാസം, പിന്നെ എന്താണ്? പ്രാർത്ഥന. അപ്പം അതിന് മാറ്റമില്ല. അത് ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിക്ക് തന്ന വചനമാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉടമ്പടിയിൽ മസ്റ്റായിട്ട് നടക്കേണ്ട കാര്യമാണ് എന്താണ്? ഉപവാസവും പ്രാർത്ഥനയും. പിന്നെ എന്താണ്? ദേവാലയം വിട്ടുപോകരുത്, കൂടാരം വിട്ടുപോകരുത്. ഇത് പള്ളിയിൽ പോയി കുത്തിരിക്കണമെന്ന, അല്ലെങ്കിൽ വീടിൻ്റെ നടയിൽ എപ്പോഴും തിരികത്ത് തന്നെ വതുക്കിയിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. എപ്പോഴും ദൈവത്തെക്കുറിച്ച് മാത്രം, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തെക്കുറിച്ച്, അല്ല കലേബിനെക്കുറിച്ച്, അല്ല അവിടുത്തെ അനാക്കിൻ്റെ മല്ലന്മാരെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇല്ലേ? അവരെന്താ, ജോഷുവ എന്താ ചിന്തിച്ചത്? ജനങ്ങളെല്ലാം ഭയന്ന് വിറക്കാൻ കാര്യം എന്താണ്? അവർ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ജോഷുവ എന്താണ് ഭയന്ന് വിറക്കാഞ്ഞതിൻ്റെ കാരണം? ആത്മബലം ഉണ്ടാകാൻ കാരണം എന്താണ്? അവൻ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. കൈയിട്ടിച്ച് കിടത്താൻ. എപ്പോഴും നീ മല്ലന്മാരെ കുറിച്ച് ചിന്തിക്കരുത്. എപ്പോഴും വിസ കിട്ടുമോ, വിസ തരാമെന്ന് പറഞ്ഞല്ല, ഏജൻറ്റ് പറ്റിക്കുമോ, അക്കോമഡേഷൻ കിട്ടുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരണ സമയത്തിന് മുമ്പ് കോളേജ് തുറക്കുമോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അനാക്കിൻ്റെ മല്ലന്മാരെ ഓർത്തിട്ട് ഇസ്രായേൽ ജനം ഭയന്ന് വിറച്ചതുപോലെ വിറക്കാനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ ആത്മബലം പോകും, ആത്മശക്തി പോകും. മറിച്ച് എന്താ ജോഷുവ ചെയ്തത്? ജനങ്ങൾ ഭയന്ന് വിറക്കുമ്പോൾ അവർ വസ്ത്രം കീറിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് വിശ്വസ്തയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ അല്ലേ ചോദ്യം ചെയ്യുന്നവരല്ലേ ഈ ഭയന്ന് വിറക്കണത്. പറഞ്ഞ് കർത്താവ് നമുക്കത് ഏൽപ്പിച്ചു തരും. കൈയടിച്ച് സംസാരിക്കട്ടല്ലേ. ശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ജോഷുവയ്ക്കാണ് ആത്മബലം ഉണ്ടായിരുന്നത്. ഈ ആത്മബലം എങ്ങനെ നേടിയെടുത്തതാണ്? മോശത്ത് ഇറങ്ങിപ്പോന്നിട്ടും കൂടാരം വിട്ടുപോകാതെ നൂൻ്റെ മകൻ ജോഷുവ അവിടെ തന്നെ ഇരുന്നു. സ്ഥിരത കൊണ്ട് നേടിയതാണ്. സ്ഥിരത കൊണ്ടാണ് ആത്മബലം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെ അനാവശ്യമായിട്ട് ഒരിക്കലും ചിന്തിച്ച് നാശകോടാലിയാക്കി ആൾക്കാരിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കത്തില്ലേ? അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരോടെ സംസാരിക്കണത്? വല്ല വായി നോക്കികളോടും പല്ല് തേക്കാത്തവരോടല്ലേ സംസാരിക്കണത്, അല്ലേ? പള്ളിയിൽ പോകാത്തവന്മാരോടും തമ്മിൽ കുറിച്ച് പറഞ്ഞും വെള്ളം അടിക്കണവരോടൊക്കെ അല്ലേ നിങ്ങൾ സംസാരിക്കണത്? അവന്മാർ നിങ്ങൾക്ക് എന്ത് ഉപദേശം തരാനാണ്? ദൈവകൃപയുള്ളവരോട് സംസാരിക്കണം. പിന്നെ ദൈവകൃപയുള്ളവരോട് സംസാരിക്കുമ്പോഴും അത് അങ്ങനെ ആളെ കിട്ടിയില്ലെങ്കിൽ വചനത്തോട് സംസാരിക്കണം, വചനമെടുത്ത് വായിക്കണം. മനസ്സിലായില്ലേ? ഈ ഒരു കാലത്ത് നമ്മൾ ആത്മബലം പ്രാപിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ കാര്യം പറയും.
അവരോട് അവിടെ പോയിട്ട് അങ്ങനെയാണ്, മറ്റവർ തിരിച്ചു പോകുന്നു, അവരവിടെ നിന്ന് ആസ്ട്രേലിയക്ക് പോയി, ഇവർ ന്യൂസിലൻഡിലേക്ക് പോയി, അല്ലെങ്കിൽ ജപ്തി ഉടമ്പടി എടുത്ത ചില ആൾക്കാർക്ക് ജപ്തി ആയിപ്പോയി. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ആൾക്കാരോട് ആലോചന ചെയ്തെന്ന് പറയണത്. കാര്യം അവരും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലേ? മനസ്സിലായ? മോസസും ജോഷുവയും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമില്ലാത്തത്? അപ്പനാണ് അമ്മയെന്ന് പറഞ്ഞാലും മോസസിനേക്കാളും കേമനാണ് ജോഷുവ ആയത്. എന്ത് വെളിച്ചത്തിലാണ്? ഒറ്റ വെളിച്ചത്തിലാണ്. അല്ലാതെ ഹൊറേബിൽ തീ കത്തിച്ചിട്ട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നാടകീയമായിട്ടല്ല ജോഷുവയുടെ ദൈവം വന്നത്. അവൻ കിട്ടിയ വിശ്വാസം ജീവിച്ചതിൻ്റെ പേരിലാണ്. കൈയിട്ടിച്ച് കർത്താവ്. ഈ ജോഷുവയാണ് പിന്നീട് ഉടമ്പടിയുടെ വലിയ ദൈവിക പദ്ധതിയുടെ വാഗ്ദാനങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ദൈവം ഉപകരണമാക്കണത്. നമുക്ക് ജോഷുവയുടെ 24-ാം അധ്യായം വായിച്ചിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 24:13 വായിച്ച് വാഗ്ദാനത്തെക്കുറിച്ച് പറയണതാ. ജോഷുവ 24:13 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും, ഏറ്റു പറഞ്ഞേ, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിന്റെയും ഒലിവ് തോട്ടത്തിന്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ഇത് കണ്ടല്ലേ? അതായത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനം ഒന്നാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടവും പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായി. സാക്ഷി ഇതാണ്. ഇവൾ മലയാളം മീഡിയമാണ്. ഇവളുടെ ഭർത്താവ്, ഇവർ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവളുടെ ഭർത്താവ് ഇവള് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരെ, നമുക്കവിടെ വല്ല ജോലിയും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൾ പറഞ്ഞു, അത് പറ്റത്തില്ല, കാര്യം ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ നല്ല സാക്ഷിയാണ്, കേൾക്കണം. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്താ കാര്യം? ഞാൻ മലയാളമല്ലേ, മലയാളം MA ആണ്. അപ്പോൾ മലയാളം MA ആയത് കാരണം ഞാൻ എവിടെയെങ്കിലും വല്ല ടീച്ചിങ് പോസ്റ്റോ വല്ലതൊക്കെ അന്വേഷിച്ചാണ് ജീവിക്കാനാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നല്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അർഹതയില്ലാത്തത് കൊണ്ടാണ്. അതാ സംഭവം. അവൾക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവൾക്ക് ഭർത്താവിനോട് പോയി ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അർഹതയില്ല. മലയാളം MA ആണ്, അതുകൊണ്ട് അവൾ പോകത്തില്ല എന്ന് പറഞ്ഞ്. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ IELTS എഴുതിടി എന്ന് പറഞ്ഞു. അപ്പോൾ IELTS ഞാൻ എങ്ങനെ എഴുതും, എനിക്കതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ലെന്ന് പറഞ്ഞു. ഞാനത് എൻ്റെ ഫോണറ്റിക്സ് മോശമാണ്, ഫിലോളജി മോശമാണ്, റൈറ്റിങ്സ് മോശമാണ്, എനിക്ക് പറ്റത്തില്ലെന്ന് ഇവിളിങ്ങനെ മാറുകയാണ്. അപ്പോൾ ഒരു ദിവസം സ്വന്തമായിട്ട് ഇച്ഛാശക്തി ഉണ്ടായി, പേടിയെല്ലാം മാറി, ഭയമെല്ലാം മാറി, ഉത്കണ്ഠ മാറി. എന്നാൽ IELTS എഴുതാം, ഒരു 5-6 പ്രാവശ്യം എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ആലപ്പുഴ എത്തിയെന്ന് തോന്നുന്നു. അവിടെ എത്തി തന്നെ കൂട്ടുകാരൻ വിളിച്ചു, നിനക്കൊരു ജോലി ഇവിടെ റെഡിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ അയാൾ വൈഫിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായത് മാതാവ് ഈ വിഷയം ഏറ്റെടുത്ത് നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ അവൾ പോയി IELTS എഴുതുകയും ഒറ്റയടിക്കത് പാസ്സായി. പ്രൈസ് ലോർഡ്. അതായത് ഓരോ മനുഷ്യരും എന്തുമാത്രം കഷ്ടപ്പെടും. ഇംഗ്ലീഷ് തന്നെ കൃത്യമായിട്ട് കുഞ്ഞുനാൾ പോലും പഠിച്ചിട്ട് ആൾക്കാർക്ക് പോലും ചിലപ്പോൾ IELTS ഭയങ്കര പാടായിട്ട് വരും. അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലൂടെ പ്രൊവിഷനാണത്. ഇത് ജോഷുവയിലൂടെയാണ് പറയണത്. നിങ്ങൾ പഠിക്കാത്ത വിഷയങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കും. അതല്ലേ സംഭവം, അതല്ലേ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടം ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിക്കാത്ത ഭാഷ, ചെയ്യാത്ത ജോലി. കർത്താവിനെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഈ ജോഷുവയോടാണ് ദൈവം ഉടമ്പടിയുടെ നിബന്ധനകളെക്കുറിച്ച് പറയണത്. മോസസിനേക്കാളും ഷാർപ്പായിട്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ പറയണത് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള നിബന്ധനകൾ, പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത്
ഒരു വാഗ്ദാനം പ്രാപിക്കാൻ ആവശ്യമായ പ്രാക്ടിക്കൽ റെഗുലേഷൻസ്, അതായത് പ്രായോഗിക ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ ദൈവം പറയണത് ആരോടാണ്? മോസസ് വിട്ടുപോന്നാലും വിട്ടുപോരാതെ കൂടാരത്തിൽ ഇരുന്ന നൂഹിൻ്റെ മകൻ ജോഷുവയോടാണ്. അവൻ ആ പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത് ജോഷുവ 24:14. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ജോഷുവ 24:14. ശ്രദ്ധിക്കട്ടെ. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. രണ്ട് കാര്യം വേണം. എന്താ വേണ്ടത്? ദൈവഭയം ഉണ്ടാണ്, ഓക്കെ. പക്ഷെ രണ്ട് കാര്യം വേണം. എന്താണ്? ആത്മാർത്ഥത. രണ്ടാമത്തെ എന്താണ്? വിശ്വസ്തത. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാനിവിടെ ഒരാഴ്ച ഇല്ലായിരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ജനറൽ മാനേജറും അച്ഛനും കൂടി മറ്റുള്ള നമ്മുടെ സ്റ്റാഫ് എല്ലാം കൂടി ഒരു കംപ്ലൈൻറ്റ് ഞാൻ അതിൽ കേട്ടില്ല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കേൾക്കണമല്ല. ഞാൻ ഉള്ളപ്പോൾ തന്നെ 10 കംപ്ലൈൻറ്റ് കേൾക്കണതാണ് ദിവസവും. ഒറ്റ കംപ്ലൈൻറ്റ് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ കാര്യം? ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉള്ളതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളെ ഏറ്റെടുത്തതാണ്. ഇതിനാണ് ഈ ആത്മാർത്ഥത. അതായത് ആബ്സെൻസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആത്മാർത്ഥത അളക്കണത്. ആത്മാർത്ഥത അതായത് ആബ്സെൻസ് എന്നുവെച്ചാൽ നമ്മളില്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് ഇല്ലാത്ത അവസ്ഥ നമുക്ക് തോന്നും. ഇപ്പോൾ വിമാനമൊക്കെ പറക്കുമ്പോൾ പെട്ടെന്ന് ആ സാധനം ബുക്ക് താഴെ തന്നെ കാണാം, പിന്നെ നേരെ പോകും. എന്താണ്? അത്ര എയർ പോക്കറ്റാണ് അവിടെ. അത്രയും സ്ഥലത്ത് എയർ ഇല്ല. എയർ ഇല്ലാത്ത കാരണം ഇപ്പോൾ ഞങ്ങളുടെ പറന്ന് എന്ന് വെച്ചാൽ ടേന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ബെൽറ്റൊക്കെ ഇടാൻ അവർ നമ്മളോട് പറയും. അത് നേരത്തെ അവർക്ക് എയർ പോക്കറ്റൊക്കെ അറിയാം അവർക്ക്. ബെൽറ്റൊക്കെ ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് തന്നെ ഇരിക്കണതാണ്. പക്ഷെ അതുപോലെ ജീവിതത്തിൽ എയർ പോക്കറ്റുണ്ട്. ചില സമയത്ത് ദൈവത്തെ ഒന്നും ഫീൽ ചെയ്യാത്ത ഭയങ്കര ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകണില്ലല്ല. ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥ. ഈ ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ് എയർ പോക്കറ്റ്. ഇവിടെയാണ് മനുഷ്യൻ തനി നിറം കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണിക്കുന്ന പെയിൻറ്റഡ് രൂപമാണ്. ഇങ്ങനെ ഉടമ്പടിയിൽ പോകുമ്പോൾ എല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്തൊക്കെ പോണത് ഒരു പെയിൻറ്റഡ് രൂപമാണ്. നിങ്ങളുടെ തനിനിറമല്ല. തനിനിറം കാണിക്കണമെങ്കിൽ ദൈവം മാറി നിൽക്കണം. ജീവിതത്തിൽ ദൈവം മാറി നിൽക്കുന്ന കുറേ സമയങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഒരു പിടിയും തരാതെ ദൈവം മാറി നിൽക്കും. ദൈവം ഇല്ലാത്തതുപോലെ. ഞാൻ കൊച്ചുരസ്യയുടെ ചരിത്രം വായിച്ചപ്പോൾ കൊച്ചുരസ്യ പറഞ്ഞൊരു കഥ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ ഈശോ എന്നെ കൈ പിടിച്ച് നടത്തും. എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുഞ്ഞാവൽ നീട്ടി തന്നിട്ട് കുഞ്ഞായ എന്നെ ഇങ്ങനെ കുഞ്ഞാവൽ തൂക്കി നടത്തിയിട്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ വലിച്ചു കളയും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഈശോ പാത്തു നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന്. എനിക്ക് ഭയങ്കര ഹൃദയസ്പർശമായിട്ട് തോന്നിയ സംഭവമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ടതാണ്. നമ്മൾ തനിയെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ അമ്മമാരെപ്പോഴും നമുക്ക് 50 വയസ്സാകുമ്പോഴും കയ്യെ പിടിച്ച് നടത്തുക ഇല്ല. നമ്മൾ വിശ്വാസം തനിയെ നടക്കണം. അതുകൊണ്ട് ദൈവം ഇങ്ങനെ മാറി ആബ്സെൻസ് ഓഫ് ഗോഡ് എപ്പോഴും ഉണ്ടാകും. ആബ്സെൻസ് ഓഫ് ഗോഡ്, ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നണ കുറേ സമയങ്ങൾ. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം. ഈ ദൈവം ഇല്ലെന്ന് തോന്നണ സമയം. കാര്യം നമ്മുടെ വിഷയങ്ങൾ, രോഗങ്ങൾ, അതേസമയം നമ്മൾ നോക്കാൻ ആരുമില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരുമില്ല, നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല. നമ്മളെതിരെ മനസ്സിലാക്കുന്നവരെ എതിരെ മനസ്സിലാക്കും. നമ്മളെങ്ങനെ മനസ്സിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവം ഇല്ലെന്ന് തോന്നിപ്പോണത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാലാവസ്ഥ ഭേദങ്ങളാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവം ആധ്യാത്മിക ജീവിതത്തിലെ ഒരു പ്രതിഭാസമാണ്. ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ശാന്തമാകുക, വെകിളി കാണിക്കരുത്, വെബ്രാളം കാണിക്കരുതെന്ന് ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് കാലത്ത് ശാന്തമാകണപ്പെട്ടത്. ഇങ്ങനെ ഒരു ദൈവത്തെ പിടികിട്ടാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ദേവാലയം വിട്ടുപോകാതിരിക്കണം. ദേവാലയം വിട്ടുപോകാതെ ദൈവത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. ദൈവം ഈശോയുടെ ഏറ്റവും ഗംഭീര വിജയം. ഞാൻ ഇന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. ഞാനത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതിയിടാൻ വേണ്ടി പോയപ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവിവിടെ പ്രാർത്ഥിച്ച് തീർന്നു. ഞാൻ എന്താ എഴുതിയിട്ടെന്നറിയാമോ? അതായത് കർത്താവ് അവസാനം പറഞ്ഞില്ലേ, ഏലോയ് ലാമ
സബത്താനി എന്ന് പറയുമ്പോൾ താഴെ നിൽക്കുന്നവന്മാർ കിങ്കരന്മാരെന്താ പറയണത്? ഏലിയാനെ വിളിക്കണേ, വെള്ളം കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഈശോ പറയണ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവണില്ല. ദൈവവചനങ്ങളൊന്നും അവർക്ക് മനസ്സിലാകണില്ല. ദൈവവചനം അറിയാൻ പാലാത്ത പേക്രാണികളുടെ ഇടക്ക് നിന്നുകൊണ്ട് മരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മരണമുണ്ടാകും. യേശുവിൻ്റെ മരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ അവസാനത്തെ ഘട്ടമെന്നൊക്കെ പറയണത് വല്ലാത്തൊരു ഘട്ടമാണ്. വിശ്വാസമില്ലാത്ത ജനത്തിൻ്റെ നടുക്ക് നിന്ന് മരിക്കുക എന്നുള്ളത്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ യേശുവിനെ. വിശ്വാസമില്ലാത്ത ഇടത്ത് നിന്നുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ വിശ്വാസമില്ലാത്ത ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരാളാണ് മാതൃക. ഇതാ നിൻ്റെ അമ്മ. കൈയടിച്ച് കർത്താവ്. അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? പിതാവേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ഇത് നമ്മളെയൊക്കെ ഇപ്പം ഇത്രയും നാളൊക്കെ പറഞ്ഞിരിക്കുന്നത് മുഴുവനും എന്താ പറഞ്ഞിരിക്കണത്? ഈശോയുടെ ക്ഷമയുടെ ഒരു പരിഹാരം, ഒരു മാതൃകയായിട്ടാണ് പറയണത്. ഇതൊന്നുമല്ല കേസെന്നായി എന്ന് പറഞ്ഞത് ഈശോ കുർബാനയുടെ സമയത്ത് പറഞ്ഞത്. അതൊന്നുമല്ല കാര്യം. ക്ഷമിക്കാൻ ആർക്കും കഴിയും, അതല്ല പ്രശ്നം. അതായത് അണ്ടർസ്റ്റാൻഡിങ് ലവ്. അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ലവ് ആണെന്നാണ് പറയണത്. അത് മനസ്സിലാക്കുന്ന സ്നേഹം. നമ്മളെ വെറുക്കുന്നവരെ മനസ്സിലാക്കുന്നൊരു സ്നേഹമുണ്ട്. ജീസസ് ഇങ്ങനെ വളർന്ന് ദൈവസ്നേഹത്തിൻ്റെ അവസാന തന്മാത്രകൾ നമ്മൾ കാണുകയാണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മോളിക്യൂൾസാണ് കാണുന്നത്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലവ്. അല്ലെങ്കിൽ ഈശോ അണ്ടർസ്റ്റാൻഡിങ് ലവിൻ്റെ ആളാണ്. അവർ ഗോതമ്പ് തിരുമ്മി തിന്നപ്പോൾ നാട്ടുകാർ വന്ന് ഈശോയുടെ കഴുത്തെ കയറിയപ്പോൾ ഈശോ പറഞ്ഞ് അത് കഥയൊന്നുമില്ല. ദാവീദ് അനുചരന്മാരുമൊക്കെ വിശന്നപ്പോൾ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും, അതൊന്നും പാപത്തിൽ കൂട്ടണ്ടെന്ന് പറഞ്ഞു. എന്തൊരു വർത്തമാനമാണ് പറഞ്ഞത്! വിശക്കുമ്പോഴേ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും, അതൊന്നും പാപത്തിൻ്റെ പട്ടികപ്പെടുത്തേണ്ടെന്ന്. എന്നിട്ട് പിന്നെ ഈശോ എന്നോട് പറഞ്ഞത് ആന്തരിക സൗഖ്യം ആണ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, ആന്തരിക സൗഖ്യം വന്നതിന് ശേഷമാണല്ല ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡിങ് കൂടിയത്. നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം എന്താണെന്ന് അറിയാവുന്ന അറിയത്തില്ല. ആന്തരിക സൗഖ്യ കാലത്താണ് ഇപ്പോൾ ഒരു മനുഷ്യൻ, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വിശുദ്ധീകരിക്കുകയാണ്. അത് ചിലപ്പോൾ എന്തു ചെയ്യും? നിൻ്റെ ഭർത്താവിനെ അവിശ്വാസിയാക്കും. അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നിൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല, നിൻ്റെ ഭർത്താവ് നിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് പെരുമാറുന്നില്ല, നിൻ്റെ താല്പര്യം അനുസരിച്ച് പെരുമാറുന്നില്ല, നിൻ്റെ ഭാര്യ നിനക്ക് അനുസരണ വിധേയമായിട്ട് പെരുമാറുന്നില്ല എന്ന് വെച്ചാൽ ദൈവം എൻ്റെ ഭാര്യ എന്നോട് മര്യാദയ്ക്ക് പെരുമാറണില്ല കർത്താവേ, എന്നോട് അവളോടൊന്ന് മര്യാദയ്ക്ക് നേരെയാകാൻ പറയാൻ പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഒരു കേൾവിയുടെ രീതി വേറെയാണ്. പണ്ട് എന്താ പറഞ്ഞത്? അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു, അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഇരയായിട്ടുള്ള ആൾ കള്ളുകുടിയനാണ്, ആൾ വള്ളിയിൽ പോകണില്ല, കുടുംബപ്രാർത്ഥന നോക്കണില്ല, എന്നെ തല്ലുകയാണെന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്താ പറയുന്നറിയാമോ? അവനൊന്ന് മനസാന്തപ്പെടുത്താൻ പറഞ്ഞാൽ കർത്താവ് പെട്ടെന്ന് ആ പ്രാർത്ഥന കേൾക്കത്തില്ല. കാരണം എന്താ കാര്യം? കർത്താവിൻ ലക്ഷ്യം നിൻ്റെ വിശുദ്ധീകരണമാണ്. പിടിയിട്ടിയ ഇനിയെങ്കിലും ഓർക്കണം, നിൻ്റെ വിശുദ്ധീകരണമാണ്. അവൻ ദൈവം ട്രാൻസ്പോർട്ട് ചെയ്യണത് അവനിവിടെ അവൻ കള്ളുകുടിയാനല്ലാത്തതായിട്ട് മാറിയാൽ നിനക്കെന്താ പറ്റണത്? ഒരു സാരിയ കമ്മല കൂടുതൽ മേടിക്കുക, അത്രേ ഉള്ളൂ. അതിട്ടുകൊണ്ട് ഇത്ര നാൾ നീ നടക്കും? അവൻ നീ ചാകണവരെ നടക്കും അല്ലേ? ആദ്യം നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ മരിക്കണ എത്ര മരിപ്പെടുത്തിലുള്ള ആളാണ് ഞാൻ. അതല്ല, എന്തുമാത്രം 1700ഓളം മരിപ്പെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷെ ഞാനൊരു 2000-ഓളം ആൾക്കാർക്ക് ഈ കുർബാന കൊടുത്തിട്ടുണ്ട്, കൊടുക്കത്തത് അവസാനം മരിക്കാൻ നേരത്ത്. നമ്മൾ ഇന്ന് കുർബാന കൊടുക്കുന്ന ആളിന് നാളെ വിളിച്ചുകൊണ്ട് കുർബാന കൊടുക്കും.
പക്ഷേ നമ്മളുണ്ട് ഇന്ന് കുർബാന കൊടുത്ത ആളിൻ്റെ കഴുത്തേലും കാലിലും കമ്മലും മാലയും ഉണ്ടാവും. നാളെ കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ കാണാനില്ല. മക്കളടിച്ച് മാറ്റിയാടി. ഒറ്റ ദിവസം കൊണ്ട് അവരടിച്ച് മാറ്റി. അവർക്കറിയാം അമ്മ ചാവുമെന്നറിയാം. ഇത്രയേ ഉള്ളൂ മക്കളെ. കെട്ടിപ്പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് അവളാടിയൊക്കെ എല്ലാം മാലയും കമ്മലൊക്കെ അടിച്ചു മാറ്റിയില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. മൂത്തവളടിക്കുമോയെന്ന് ഇളയവൾക്ക് സംശയം, ഇളയവളടിക്കുമോയെന്ന് അവൾ നടുവത്ത് സംശയം. ഇനി അവർ തപ്പി നോക്കി അരഞ്ഞമ്മ എല്ലാം കാലിലും കഴുത്തിലും മാറിക്കഴിയുമ്പോൾ പിന്നെ അരഞ്ഞാനും തപ്പി ഉടുതുണിയും കൊണ്ടുപോകും. ഇതല്ലേ സംഭവം. ഇത്രയേ ഉള്ളു സംഭവം. നിൻ്റെ ഭർത്താവ് വെള്ളം അടിക്കാതിരുന്ന നിനക്കൊരു കമ്മല മാല കൂടുതൽ മേടിക്കാം. എത്ര നാളെ ഇടാൻ പറ്റും? ഈശോ മരിയ ഔസേപ്പത്തിന് വിളിക്കണമെമ്പോൾ തന്നെ നമ്മുടെ കമ്പലും കൊണ്ട് മക്കൾ പോയി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണത്തില്ല. അടക്കത്തിനെ വരത്തുള്ളൂ പാർട്ടി. ഇത്രയേ ഉള്ളൂ ജീവിതം. ദൈവത്തെ മുറുകെ പിടിക്കണം. ഇതിലൊന്നൊരു കഥയുമില്ല. നിങ്ങൾ ദൈവം എങ്ങനെ കാണുന്നത്? ദൈവം നോക്കണം. മാർത്ത പറഞ്ഞ് അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് മാർത്ത നീ പോയി സഹായിക്കാൻ പറഞ്ഞാൽ പറയത്തില്ല. ദൈവത്തിനൊരു കുഴപ്പമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നവൻ്റെ അപ്പുറമല്ല പ്രാർത്ഥനയല്ല കേൾക്കണത്, പറയാത്തവൻ്റെ പ്രാർത്ഥന കേൾക്കണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മാർത്ത ഈശോയോട് പറഞ്ഞ് മറിയം നിൻ്റെ കൂടെ തന്നെ ഇരുന്ന് വായിക്കണം കണ്ടില്ലേ, അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ. അപ്പോൾ ഈശോ മറിയത്തിനോടെല്ലാം ഒന്നും പറഞ്ഞില്ല. നീ പോയി സഹായിക്കാൻ പറഞ്ഞില്ല. എന്ത് പറഞ്ഞ്? മാർത്ത നീ ചെയ്യാനുള്ള ജോലി പെട്ടെന്ന് ചമ്മന്തി അരച്ചിട്ട് മര്യാദക്ക് വന്ന് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് അവൾ ചെയ്യണ പോലെ ചെയ്യാൻ പറഞ്ഞു. പണിയായില്ല. വല്ല പണിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവും. കാര്യം എന്താണ്? ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കണത്, മനുഷ്യനോടല്ല. അത് തന്നെയാണ് പറയണത്. ഭർത്താവ് വെള്ളമടിക്കാനാണ്, തോന്നിയവാസിയാണ്, വേറെ പെണ്ണുങ്ങളെ തോണ്ടണവരാണെന്ന് പറയുമ്പോൾ നിന്നോട് പറയുന്നത് എന്താണ്? അവൻ്റെ തോടലൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നീ കണ്ണാണ് മുമ്പ് ഞാൻ കണ്ട, നീ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചത്, ഞാൻ നേരത്തെ കണ്ടുപിടിച്ചാന്ന് പറയാം. അത് ശരിയല്ലേ സംഭവം? പക്ഷേ അവൻ്റെ അവിശ്വസ്തയുടെ കൂടെ നീ വിശ്വസ്തയോട് ജീവിക്കണത് നിൻ്റെ കൂദാശയോട് നീ കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. കൈയടിച്ച് കർത്താവോട്. അപ്പോൾ വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്താണ്? സംശയം, വ്യഗ്രത മാറ്റുക. അതിനുള്ള നടപടിക്രമം എന്താണ്? ജോഷുവ മോസസ് വിട്ടുപോകുന്നാലും കൂടാരം വിട്ടുപോകാതെ ആരെപ്പോലെ നിൽക്കണം? അന്നയെപ്പോലെ നിൽക്കണം. അന്ന എന്താ ചെയ്തത്? പിന്നെ ഒരു കാര്യമുണ്ട്, കൂടാരത്തിൽ തന്നെ വസിച്ചതുകൊണ്ട് നിങ്ങൾ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നോക്കണ്ട. അങ്ങനെ പിന്നെ ഈ മിണ്ടാമഠത്തിലിരിക്കുന്ന ആൾക്കാർക്ക്, സഭയിൽ കന്യാസിമാർക്ക് വേറെ പണിയൊന്നും വേണ്ടല്ലോ, മിണ്ടാമഠത്തിൽ പോയി ചേർന്നാൽ മതിയില്ല. ഇത് കഴിഞ്ഞിട്ടൊരു പണിയുണ്ട്, അത് വായിച്ചാൽ മോളെ. ലൂക്ക 2:38. കൂടാരത്തിൽ തന്നെ വസിച്ച അന്ന പിന്നെ എന്താ ചെയ്തതെന്ന് നോക്ക്. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതാണ് കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണത്. മനസ്സിലായ? ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനാധ്യക്ഷ ജീവിതമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്. അന്ന കർത്താവിൻ്റെ കൂടെ വസിച്ചു, വചനം കേട്ടു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും ഫോർ വാട്ട്? എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ പറയണം. എന്തിനാണ്? അത്രയും ബലം അവൾ പ്രാപിച്ചു. തിരിച്ചു വന്നിട്ട് ജെറുസലേമിൽ കർത്താവിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും, ആരോട് പറഞ്ഞു? എല്ലാ ജനങ്ങളോടുമാണ്. എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറഞ്ഞു. സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ ഉപവസിക്കേണ്ടത്. സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ 8 നോൻപ് വരികയാണ്. എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ്. 8 നോൻപിന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകണം അല്ലേ? എല്ലാത്തിൻ്റെയും വിഷയം എന്താണ്? മകളെ കെട്ടിക്കണേ, വിസ വരണമേ, മകൾ പ്രസവിക്കണമേ, വീട് വെക്കണമേ, സ്ഥലം മേടിക്കണേ, ഓലക്ക പിണ്ണാക്ക്. തീർന്നില്ലേ? പിശാച് ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും അട്ടിമറിച്ചിരിക്കുന്നു. വയറ്റിപ്പഴപ്പ് മാത്രമായി ആധ്യാത്മികത അധപ്പതിച്ചിരിക്കുന്നു. തീർന്നില്ലേ? ഇതല്ല വിഷയം. എന്തിനാണ് ആത്മബലം പ്രാപിക്കണം? എന്തിനാണ് ആത്മബലം പ്രാപിക്കണത്? കർത്താവിനെ കൈമാറാൻ. ആരെ കണ്ടാലും നിന്റെ ആത്മാവിൽ അഭിഷേകം ഉണ്ടാകണം. എന്താണ്? എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തത് നിനക്ക് വേണ്ടി കൂടിയാണ്. നിന്റെ കൂടി വീണ്ടെടുത്തവനാണ് അവൻ നിനക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു. അവൻ വിശ്വസിച്ചുകൊണ്ട് നീ യേശുവിൻ്റെ നിത്യരക്ഷ പ്രാപിക്കുക. കൈ അടിച്ച് കർത്താവ്. സമയമാണ്.
ഇതേ പാട്ട് തന്നെ നമ്മൾ വീണ്ടും പാടുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കുമ്പോഴൊക്കെ എൻ്റെ മക്കളെ അടിപ്പണ പോലെ പൈതാക്കള ദൈവികമായ കരുത്ത്, കൃപ, അപ്പം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ, വിശുദ്ധന്മാരുടെ നിത്യമധ്യസ്ഥതയിൽ നമ്മളിലേക്ക് ആവശിച്ചുകൊണ്ട് ദൈവം നമ്മളിൽ അംഗീകാരം മുദ്ര ചാർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഉടമ്പടിയെ സ്വീകരിക്കുന്ന വലിയ തീജ്വാലകൾ അഭിഷേകമായി ലഭിക്കാൻ, അതിലൂടെ നമ്മൾ സൗഖ്യപ്പെടാൻ വേണ്ടി സൗഖ്യം ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ശരീരത്തിൽ സൗഖ്യമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാർഗരോഗങ്ങള്, തിരവേദികള് ദൈവനാമത്തില് മാറിപ്പോകട്ടെ. കിഡ്നി രോഗങ്ങള്, കരരോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് കർത്താവേ നിന്റെ ഉൾക്കട നൽകുന്ന വിശുദ്ധമായ രക്തത്താൽ ഓരോ മക്കളുടെയും അടിമുടി കർത്താവേ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് മാർഗരോഗങ്ങള് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. അങ്ങനെ മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾ ഒത്തിരി വിഷയം, വീട്, ജോലി, വിവാഹം, വിദ്യാഭ്യാസം, കുടുംബ ഭദ്രത, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ നിങ്ങളെ മനസ്സിൽ ഓർത്ത് ജീവിത പ്രശ്നങ്ങളുണ്ടാവും, സാങ്കേതിക കുരുക്കുകൾ, ജയിലകപ്പെട്ടവർ, വിദേശത്തുനിന്ന് ഫോൺ പോലും എടുക്കാതിരിക്കാത്തവർ, വിളിക്കാത്തവരുണ്ട്, വരാത്തവരുണ്ട്, കാണാത്തവരുണ്ട്, പുറപ്പെട്ടു പോയവരുണ്ട്, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, കിട്ടാത്ത കടങ്ങളുണ്ട്. അങ്ങനെ എന്തെല്ലാം സങ്കടങ്ങളാണ്, ഭയങ്ങളുണ്ട്. അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക് വരാൻ യേശു മാത്രമേ മനുഷ്യരാശിയോട് പറഞ്ഞിട്ടുള്ളെങ്കിൽ നിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവം തീരുമാനമുണ്ടാക്കാൻ പോകുന്നു. ശ്രദ്ധിക്കട്ടെ. ആരാധന കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. മനസ്സിലെ അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഈ ആഴ്ചയിൽ നടക്കേണ്ട കാര്യങ്ങൾ, നടക്കേണ്ട നിയോഗങ്ങൾ, ഒരു കഴിവില്ലാതെ നിങ്ങൾ പെട്ടിരിക്കുന്ന അവസ്ഥകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പം തന്നെ മൗനമായി പ്രാർത്ഥിച്ച് കണ്ണീരോടെ സമർപ്പിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.